ഗൈഡയുടെ ഒരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ചിട്ടുള്ളത് NCET എന്താണ്, NCET കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബിനാറിലാണ് ഇന്ന് നമ്മളുള്ളത്. സോ എല്ലാവരും ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൾക്കാർ എത്തി തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. സർ ഓൾറെഡി എത്തിയിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം പതിയെ. ഓക്കെ, അപ്പോ പറഞ്ഞോ. ഹലോ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വെബിനാർ പറഞ്ഞതുപോലെ NCET കുറിച്ചിട്ടാണ്. NCET എക്സാമിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള ഈ ഒരു വെബിനാറിലേക്ക്. ഹലോ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? മ്യൂട്ട് ചെയ്ത് വെക്കാവോ? സോറി. ഓക്കെ. സോ ഇന്നത്തെ വെബിനാർ NCET അറിയേണ്ടതെല്ലാം എന്നുള്ള ഈ ഒരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം NCET എക്സാം എന്ന് പറയുന്നത് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി BEd പരീക്ഷയാണെന്നും ഒരു സെപ്പറേറ്റ് എൻട്രൻസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിന് നടത്തുന്നുണ്ടെന്നും എന്നുള്ള കാര്യങ്ങൾ. സോ ഇതിനെ കുറിച്ചിട്ട് ഒരു പുതിയ എക്സാം ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇപ്പൊ CVT പോലെ തന്നെ നമുക്കും ഒരുപാട് ഡൗട്ട്സ് ഉള്ള വേറൊരു എക്സാം ആണ് ഇപ്പൊ NCET. സോ ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഏറ്റവും പ്രഗത്ഭനായ ഒരു കരിയർ കൺസൾട്ടന്റ് ആണ് PK അൻവർ സർ. അൻവർ സർ നമ്മുടെ കൂടെ ഉണ്ട്. സാറിനെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഒരു വെബിനാറിലേക്ക്. ഓക്കെ, ഇന്ത്യയിലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ BEd പഠിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെ. അപ്പോ ടീച്ചിങ് ഇതെല്ലാം അല്ലെങ്കിൽ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു BEd ഡിഗ്രി പ്രോഗ്രാം എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മാക്സിമം നിങ്ങൾ ഇന്ററാക്റ്റീവ് ആവുക, സാറിന്റെ സെഷൻ നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അൻവർ സാറിനെ വെൽക്കം ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. പ്ലസ് നമ്മുടെ കൂടെ ഇവിടെ ഇപ്പോൾ ഡിഗ്രി BEd കോഴ്സ് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹന്ന ഷെറിൻ ഉണ്ട്. ഹന്ന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ BSc BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹദിയ ഉണ്ട്, ഇഗ്നോയിൽ BA BEd ചെയ്തുകൊണ്ടിരിക്കുന്നു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ BA BEd ചെയ്തുകൊണ്ടിരിക്കുന്ന മിന്നയും ഉണ്ട്. സോ ഇവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് അൻവർ സാറിന് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുവാണ്. അൻവർ സാർ. ഹലോ, അൻവർ സർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, സർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിബിൾ അല്ലേ? യെസ്, ക്ലിയർ ആണല്ലോ അല്ലേ? സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? അതെ, ഓക്കെ ആണ്. വളരെ സന്തോഷം. വളരെ അവസരം. ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? സ്പീക്കറെ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? അഡ്മിൻ ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, തുടങ്ങാം. തുടങ്ങാം. ഓഡിബിൾ അല്ലേ? ഓക്കെ. ഓഡിബിൾ ആണ്. ആദ്യമായിട്ട് ഈ ടീം ഗൈഡ് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം NCET ഇപ്പം പുതിയ എൻട്രൻസ്, കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു എൻട്രൻസ് ആണ്. അതിനിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇതുവരെ അങ്ങനെ വെബിനാറുകളൊന്നും ശ്രദ്ധയപ്പെട്ടിട്ടില്ല, ആരും അങ്ങനെ സംഘടിപ്പിച്ചതായിട്ടോ. അതേ സമയത്ത് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഈ മേഖലയിലൊക്കെ. നമ്മൾ കരിയർ ഗൈഡ് എന്നുള്ള രീതിയിൽ നമ്മളെ പല കുട്ടികളും വിളിക്കാറുണ്ട്. കാരണം എപ്പോഴും ഒരു പുതിയ പരീക്ഷ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാകും.
അതിന്റെ പ്രാധാന്യവും അതുപോലെ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ ഏതൊക്കെ സ്ഥാപനങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുകയും ഇതുപോലെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം, ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ ഒരു 34 കുട്ടികളുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഇത് +2 കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിലേക്ക് പോകണമെന്ന് തീരുമാനിച്ച കുട്ടികൾ മാത്രമേ ഈ വെബിനാറിൽ ഉണ്ടാവും. കാരണം മിക്കവാറും അങ്ങനത്തെ കുട്ടികളെ ഉണ്ടാവും. സാധാരണ കുട്ടികൾ അങ്ങനെയല്ല. ടീച്ചിങ്ങിലൊക്കെ എത്താറെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഡിഗ്രി ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ ശേഷമാണ് ബി.എഡിനെ കുറിച്ചൊക്കെ ആലോചിക്കാറ്. അല്ലെങ്കിൽ വേറെ ഏരിയകളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ചില ഞങ്ങൾ ചോദിക്കുക, സാർ അങ്ങനെയാണെങ്കിൽ ടീച്ചിങ്ങിലേക്ക് പോയാലോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയാണ് ബി.എഡിനെ പറ്റിയൊക്കെ ആലോചിക്കാറ്. പക്ഷെ ഈ +2 സമയത്ത് തന്നെ ഇതുപോലെ ഒരു ബി.എഡിനെ കുറിച്ച് ആലോചിക്കുകയും വളരെ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് സ്വാഭാവികമായിട്ട് ഇതിൽ കയറിയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു ക്ലിയർ വിഷൻ ഉള്ള കുട്ടികൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. +2 ആകുമ്പോൾ പല കുട്ടികൾക്കും അങ്ങനെ ഒരു ക്ലിയർ വിഷൻ ഉണ്ടാവാറില്ല. ഏതായാലും വളരെ സന്തോഷം. കുറച്ച് സമയം നിങ്ങളുമായിട്ട് ഈ NCET എൻട്രൻസിനെ കുറിച്ചും അതുപോലെ ഇതിന്റെ സിലബസ്, നിങ്ങളുടെ വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ദൂരീകരിച്ചു തരാം. പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്തിട്ട് വേണമെങ്കിൽ ബാക്കി പറഞ്ഞുതരാം. മാത്രമല്ല ഈ ഗൈഡയുടെ ഇതിലുള്ള ടീം ഗൈഡയിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അതായത് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന എനിക്ക് അറിയുന്ന പല കുട്ടികളുണ്ട്. വളരെ സിൻസിയർ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട ഏത് കാര്യങ്ങൾ വേണമെങ്കിലും അവര് പറഞ്ഞു തരികയും എന്ത് ഗൈഡൻസ് വേണമെങ്കിലും തരാൻ അവർ തയ്യാറാവുകയും അതിന്റെ അവരുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? ചേഞ്ച് ആവുന്നുണ്ടല്ലോ അല്ലെ? അതെ, കാണുന്നുണ്ട്. അപ്പം NCET 2024 ഈ വർഷം, കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു എൻട്രൻസ്, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 30 അല്ലെ? പല കുട്ടികളും അപേക്ഷിച്ചിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ടീച്ചിങ് മേഖലയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ഓൾ പ്രൊഫഷൻസ് ആണല്ലോ പറയുന്നത്. അതായത് എഞ്ചിനീയേഴ്സിനെയും സയന്റിസ്റ്റുകളെയും ഡോക്ടേഴ്സിനെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്രൊഫഷനിലുള്ള ആൾക്കാരാണ്, ടീച്ചേഴ്സാണ് അല്ലെ? വളരെ നോബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും, നമ്മളൊക്കെ തന്നെ ഇപ്പോഴും നമ്മൾ ഓർക്കും, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച അല്ലെങ്കിൽ നന്നായിട്ട് നമ്മളെ എൻകറേജ് ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത പല ടീച്ചേഴ്സിനെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇനി നമ്മൾ അവരുടെ ജീവിതാവസാനം വരെ അവർ വർക്ക് ചെയ്യും, അവരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യും അല്ലെ? അപ്പൊ അത്രയ്ക്ക് റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് ടീച്ചിങ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ പ്രൊഫഷനിലേക്ക് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പോവുകയും ചെയ്യരുത്. ശരിക്കും അതിനുള്ളൊരു പാഷൻ ഉള്ള ആളുകൾ, ടീച്ചിങ്ങിനോടൊരു പാഷൻ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ സബ്ജക്റ്റ് നല്ല ഡീപ്പായിട്ടുള്ള നോളജ് അല്ലെ? ഒരു വലിയ എക്സ്പേർട്ട് അല്ലാത്ത ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാലും എക്സ്പേർട്ട് ആയ ഒരു ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തമ്മിൽ നല്ല വ്യത്യാസം അല്ലെ? നമുക്ക് തന്നെ അറിയാം. നമ്മളൊക്കെ പല ടീച്ചേഴ്സും ചിലപ്പോൾ അത്ര എക്സ്പേർട്ട് അല്ലാത്തവർ പഠിപ്പിച്ചിട്ടുണ്ടാവും, നല്ല എക്സ്പേർട്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലെ? അപ്പൊ നല്ല വിവരമുള്ള നല്ല എക്സ്പേർട്ടായ ആളുകൾ, അതുപോലെ തന്നെ അവരെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും അല്ലെ? ടീച്ചിങ് പ്രൊഫഷനിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. മറ്റു കരിയറിലൊക്കെ അപ്ഡേഷൻ വേണം, എന്നാലും ഒരു ടീച്ചർ ഷുഡ് ബി ഓൾവേസ് അപ്ഡേറ്റഡ് അല്ലെ? അപ്പൊ അങ്ങനെ അത്രയ്ക്ക് അപ്ഡേഷൻ ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് ടീച്ചിങ്ങിലേക്ക് പോകേണ്ടത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കുറെ ആൾക്കാർക്ക് ഇൻബോൺ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഇതുമാണ് അല്ലെ? നമ്മൾ ഇല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ചുള്ള ആളുകൾക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ജസ്റ്റ് തുടക്കത്തിൽ പറയാൻ കാരണം, ഈ മേഖലയിലേക്ക് പോകുന്ന ആളുകൾ അന്ന് നിരക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നല്ല പേഷ്യൻസ് വേണം അല്ലെ? നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ പേഷ്യൻസ് വളരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് സമയത്ത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നല്ല പേഷ്യൻസ് ഉള്ള ആളായിരിക്കണം. ഒരു എമ്പതി വേണം കുട്ടികളെടുത്ത്. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, എന്താണ് ഒരു ടീച്ചർ സ്വന്തം കുട്ടിയെ പോലെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ടീച്ചർ വിജയിച്ചു എന്നൊക്കെ പറയാറ്. അപ്പൊ അതുപോലെ വളരെ എമ്പതറ്റിക്കൽ ആയിരിക്കണം. അതുപോലെ അഡാപ്റ്റബിൾ, എല്ലാ കണ്ടീഷനോട് അഡാപ്റ്റബിൾ ആയിരിക്കണം. അതുപോലെ വളരെ ക്രിയേറ്റീവ് ആവണം ടീച്ചേഴ്സ്. ഒരു സബ്ജക്ട് ഇങ്ങനെ പഠിപ്പിക്കുക എന്നല്ലാതെ അത് വളരെ ക്രിയേറ്റീവായ രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ ടീച്ചേഴ്സിനൊക്കെ നമ്മൾ എല്ലാ കാലത്തും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ
വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളായിരിക്കണം. അതുപോലെ കുട്ടികളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ എൻകറേജ് ചെയ്യാനൊക്കെ സാധിക്കണം. അങ്ങനെ പറയാൻ കാരണം എന്താ, പല ടീച്ചേഴ്സൊക്കെ അവരെ സബ്ജക്ട് മാത്രം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ അവരെക്കാൾ നമ്മൾ ഓർക്ക് എപ്പോഴും എന്താണ് നമ്മൾ എൻകറേജ് ചെയ്ത, അത് നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ തന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യത്തിലും മോറലായിട്ടും അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, എൻകറേജ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു ടീച്ചർക്ക് പറ്റണം. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതുപോലെയുള്ള ക്വാളിറ്റീസ് ഒക്കെ ഒരു ടീച്ചർക്ക് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്, ഈ സ്കൂളിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില്ലാത്ത സ്കില്ലുകളൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഹലോ ആരെന്തെങ്കിലും പറഞ്ഞോ? അപ്പം ഈ NIT കാലിക്കറ്റ് അല്ലെ, NIT കാലിക്കറ്റിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്വപ്നം തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NIT കാലിക്കറ്റ്. അപ്പൊ ഇവിടെ സാധാരണ നിങ്ങൾക്കറിയാം, ഇതിൽ തന്നെ സയൻസ് പഠിച്ച കുട്ടികളുണ്ടാവും. സയൻസ് പഠിച്ച കുട്ടികൾക്ക് അറിയാം, NIT കാലിക്കറ്റ് കിട്ടണമെങ്കിൽ JEE മെയിൻ എൻട്രൻസ്. JEE മെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ള എക്സാം ആണ്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ. ആ JEE മെയിനിൽ കാലിക്കറ്റ് NIT-യിലൊക്കെ കിട്ടണമെങ്കിൽ നല്ല പെർസെന്റേജ് സ്കോർ വേണം. ഇപ്പൊ JEE റിസൾട്ട് വന്ന സമയത്താണ്, ഇന്നൊക്കെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. സർ 95 ഉള്ളൂ, 95% ആണ്, പെർസെന്റേജ് അല്ല പെർസെന്റേജ്. സർ 97 ഉണ്ട്, കിട്ടുമോ NIT-യിൽ? 96 ഉണ്ട് സർ, കിട്ടുമോ NIT എന്ന് പറഞ്ഞിട്ട്. കാരണം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്, NIT-യിൽ ഒന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്ര ടഫാണ് കിട്ടാൻ. നല്ല റാങ്ക് ഇപ്പൊ NIT കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ 10,000 ഒക്കെ താഴെ റാങ്ക് വേണം. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഒക്കെ കിട്ടണം. അതും ഹോം സ്റ്റേറ്റ് കോട്ടയൊക്കെ ഉണ്ട്, നമുക്ക് റിസർവേഷൻ ഒക്കെ ഉണ്ട് 50%. അപ്പൊ അങ്ങനെയൊക്കെ ആ കോട്ടയൊക്കെ ഉണ്ടായിട്ട് പോലും NIT കാലിക്കറ്റ് കിട്ടണം നല്ല റാങ്ക്. അപ്പൊ അങ്ങനെയൊക്കെ റാങ്കൊക്കെ നേടിയിട്ട് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് NIT കാലിക്കറ്റ്. നിങ്ങളൊക്കെ പലപ്പോഴും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വിസിറ്റ് ചെയ്യണം. അത്ര മനോഹരമായ ക്യാമ്പസുകളാണ്. അപ്പൊ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റികളും ഈ ക്യാമ്പസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BSc B.Ed, സയൻസുകാർക്ക് BSc B.Ed എന്ന കോഴ്സ് ചെയ്യാം. അതൊരു വലിയ കാര്യം തന്നെയാണ്. BSc ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, BSc IT. അതുപോലെ തന്നെ IIT ഭുവനേശ്വർ, IIT-കളിൽ കിട്ടാൻ അതിന് ബുദ്ധിമുട്ടാണ്. NIT-യിൽ കിട്ടണമെങ്കിൽ JEE മെയിൻ ക്ലിയർ ചെയ്താൽ മതി, നല്ല റാങ്ക് കിട്ടിയാൽ മതി. IIT കിട്ടണമെങ്കിലോ JEE മെയിൻ എഴുതിയിട്ട് അതിൽ നല്ല മാർക്ക് വാങ്ങി ഒരു 2.5 ലക്ഷം റാങ്കിൽ വന്ന കുട്ടികളാണ് എന്ത് ചെയ്യുക, JEE അഡ്വാൻസ്ഡിൽ എഴുതാൻ തന്നെ പറ്റും. IIT-യിലേക്കുള്ള എൻട്രൻസ് ആണ് JEE അഡ്വാൻസ്ഡ്. അത് എഴുതാൻ തന്നെ JEE മെയിനില് നല്ല സ്കോർ ഉള്ളവർക്കേ പറ്റും. അങ്ങനെ എഴുതി ഒരു ഏകദേശം 15,000 സീറ്റേ ഉള്ളൂ IIT-കളിൽ ഇന്ത്യയിൽ. അപ്പൊ ആ IIT 23ഓളം IIT-കളുണ്ട്. ആ IIT-കളിൽ ഏതെങ്കിലും ഒരു IIT കിട്ടണമെങ്കിൽ ഒരു 15,000-നുള്ളിൽ റാങ്ക് വേണം. നല്ല IIT-കളൊക്കെ കിട്ടണമെങ്കിൽ നല്ല റാങ്ക് വേണം. മദ്രാസ്, മുംബൈ, ഡൽഹിയിലൊക്കെ പഠിക്കണമെങ്കിൽ വളരെ നല്ല റാങ്ക് വേണം. അപ്പൊ അങ്ങനെയുള്ള IIT-കളിൽ നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ IIT ഇന്ത്യയിലെ ആദ്യത്തെ IIT ആണ് നമ്മുടെ സുന്ദർ പിച്ചയൊക്കെ പഠിക്കും. അവിടെയും NCERT വഴി അഡ്മിഷൻ. അതുപോലെ ഇതാർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഈ സ്ഥാപനം ഏതാ ആർക്കെങ്കിലും പറയാൻ പറ്റും? ചാറ്റ് ബോക്സ് ഇട്ടാൽ മതി. ആർക്കൊക്കെ പറയാൻ പറ്റുമോ? അല്ല പിന്നെ അൺമ്യൂട്ട് ചെയ്ത് പറയാം. എനിബഡി? ആർക്കും അറിയില്ല? നമ്മുടെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് അല്ല. എവിടെയാ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി? കാസർഗോഡ് അല്ലെ. ഓക്കെ. കാസർഗോഡുള്ള പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് ഇത് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് BSc B.Ed, BA B.Ed, BCom B.Ed ഈ NCERT വഴി പഠിക്കും. അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻട്രൻസ് വഴി പഠിക്കും. അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇനിയിപ്പോ നോർത്തിലേക്കൊക്കെ പോകാൻ പ്രയാസമുള്ള കുട്ടികളൊക്കെ പ്രിഫർ ചെയ്യുന്ന വളരെ മികച്ച ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഏകദേശം 800ഓളം ഏക്കേഴ്സ് ഉള്ള ക്യാമ്പസ് ആണ്. നമ്മൾ ഈ ഏക്കേഴ്സ് ഒക്കെ പ്രത്യേകം എഴുതാൻ കാരണം എന്താ പറയുക, നമ്മളിപ്പോ ഇവിടെ വലിയ സംഭവമായിട്ട് കാണുന്ന യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ കാലിക്കറ്റ്, പിന്നെ വലിയ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള പിന്നെ ഫറൂഖ് കോളേജ്, ദേവഗിരി കോളേജ്, ഇങ്ങനത്തെ കോളേജ് ഒക്കെ ഓട്ടോണമസ് കോളേജസ് ആണ് അവിടെയൊക്കെ. പക്ഷെ അവിടത്തെ ഏരിയ ഒന്ന് നിങ്ങൾ നോക്കിയാൽ, ക്യാമ്പസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 50 ഏക്കർ അല്ലെങ്കിൽ 60 ഏക്കർ, അങ്ങനെ 70 ഏക്കർ. ഫറൂഖ് കോളേജ് 70-75 ഏക്കേഴ്സ് അങ്ങനെ. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസ് ഉള്ള വളരെ വിശാലമായ ക്യാമ്പസുകളാണ്.
ഫീസ് ആണെങ്കിൽ ഇവിടെ ഉള്ളത് പോലെ തന്നെ വളരെ മിതമായ ഫീസ് ഉണ്ട്. NIT IIT ഫീസ് കുറച്ച് കൂടുതലുണ്ട്, ഞാനത് പറയാം. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് വളരെ മിതമായ ഫീസിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു പ്രാധാന്യം, ഞാൻ അത് കൂടുതലായിട്ട് പോകുന്നില്ല. നിങ്ങൾ CUET ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? വളരെ എക്സലന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മളിപ്പോ നിങ്ങൾ ഇവിടെയുള്ള കോളേജിൽ, ഫറൂഖ് കോളേജിലും ദേവഗിരി ഒക്കെ പഠിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാവുമല്ലോ നമ്മൾ പഠിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എഴുതിയ ആളുകളാണ് നമ്മുടെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസ്. ഓമിലാത്ത പറഞ്ഞ പോലെ, ഇർഫാൻ ഹബീബിനെ പോലെയൊക്കെയുള്ള ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഫാക്കൽറ്റീസ് നന്നായി കഴിഞ്ഞാൽ എന്താ അഡ്വാൻറ്റേജ്? ഒന്ന്, അവരുടെ ക്ലാസ്സിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനുഭവമാണ്. മാത്രമല്ല, നിങ്ങളൊക്കെ പല കുട്ടികളും വിദേശത്തൊക്കെ പഠിക്കണം ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതിലുണ്ടാവും. ഹയർ സ്റ്റഡീസിനൊക്കെ വിദേശത്ത് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം കേട്ടിട്ടുണ്ടാവും, LOR എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് വേണം. എന്താണ്? ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. അതായത് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അധ്യാപകർ നമ്മളെ റെക്കമെൻഡ് ചെയ്യണം, ഇയാൾ ഏബിൾ ആണ്, അദ്ദേഹം ഈ സബ്ജക്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളാണ്, ഏബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഏബിൾ ആയിട്ടുള്ള അധ്യാപകർ, വളരെ ഫേമസ് ആയിട്ടുള്ള അധ്യാപകരുടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിദേശത്തൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ NIT IIT പോലെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഹയർ സ്റ്റഡീസിനോട് അത് യൂസ്ഫുൾ ആകും എന്നതാണ് വലിയൊരു കാര്യം. അതുപോലെ സിലബസ് ഇവർ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളെക്കാൾ നന്നായിട്ട് സിലബസ് അപ്ഡേറ്റ് ചെയ്യും. അതൊരു അറ്റ്മോസ്ഫിയർ, വളരെ നല്ല അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നല്ല ലൈബ്രറികൾ, അതുപോലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും, ഇപ്പം ന്യൂജൻ കുട്ടികൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും, സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും വൈഫൈ ആണെങ്കിലും ടർഫ് ആണെങ്കിലും എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുണ്ട്. കാരണം അത്ര അധികം ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓരോ ബജറ്റിലും അലോട്ട് ചെയ്യുന്നു. അതുപോലെ ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട് അല്ലെ? അവിടെ ക്യാമ്പസിൽ ഇന്റർനാഷണൽ പല രാജ്യങ്ങളിലെ കുട്ടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ സ്റ്റേറ്റിലുള്ള കുട്ടികൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതും നമ്മൾ കളിക്കുന്നതൊക്കെ വ്യത്യസ്തമായ പല സ്റ്റേറ്റിലുള്ള കുട്ടികൾ കൂടെ. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും, പല കൾച്ചറുകളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഇന്റർഫേസ്, പല ഇന്റേൺഷിപ്പുകൾക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. പ്ലേസ്മെന്റ് ഉണ്ട് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും. അതുപോലെ റിസർച്ച് ഏരിയകളിലേക്ക് താല്പര്യമുള്ള ആളുകൾ, നമ്മുടെ ഇവിടെയൊക്കെ പഠിക്കുന്നതിലും കുറച്ചുകൂടി റിസർച്ചിലേക്കൊക്കെ പോകാനുള്ള താല്പര്യവും അതിനനുസരിച്ചുള്ള ടീച്ചിങ്ങും ഒക്കെ ഇതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് വളരെ കുറഞ്ഞ ഫീസും ഉള്ളു. ഹോസ്റ്റലിലൊക്കെ തന്നെ ഒരുപാട് ഫീസൊന്നും ഇല്ല, കുറഞ്ഞ ഫീസും ആണ്. മാത്രമല്ല നല്ല സ്കോളർഷിപ്പുകളും ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ട്, പല NGOs ഒക്കെ കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അങ്ങനെയൊക്കെ എന്തുകൊണ്ടും നിങ്ങൾ ആഗ്രഹിക്കേണ്ട സ്ഥാപനങ്ങളാണ് സെൻട്രൽ. അപ്പം ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇതിലുണ്ട്. അതുപോലെ തന്നെ NIT-കളുണ്ട്, IIT-കളുണ്ട്. ഇതൊക്കെ NCT വരുന്ന സ്ഥാപനങ്ങളാണ്. എല്ലാ IIT-കളും അല്ല, ചില IIT-കളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിന്റെ പേര് കൊടുക്കണം, ഏത് യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ പല കുട്ടികളും സംശയമായിട്ട് ചോദിക്കുന്ന സാർ ഏതൊക്കെ യൂണിവേഴ്സിറ്റി കൊടുക്കും. അതൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഈ സൈറ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. NIRFindia.org, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്ത വെബ്സൈറ്റ് ആണ് NIRFindia.org. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം ഓവറോൾ റാങ്കിങ് അറിയാം, യൂണിവേഴ്സിറ്റീസ് റാങ്കിങ് അറിയാം, കോളേജസ് വൈസ് റാങ്കിങ് അറിയാം, എഞ്ചിനീയറിംഗിന്റെ, മാനേജ്മെന്റിന്റെ എല്ലാ ഏരിയകളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നോക്കിയാൽ മതി. അങ്ങനെയുള്ള മികച്ച യൂണിവേഴ്സിറ്റി, നല്ല റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അല്ലെ? ITEP. എന്താണ് ITEP? ഇന്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെ? എന്താണ് ITEP-ന്റെ പ്രത്യേകത? എല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്. ഇപ്പം ഒരു ട്രെൻഡാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്നുള്ളത്. മുമ്പേ ഉണ്ട്, പക്ഷെ ഇപ്പൊ എല്ലാ കുട്ടികളും പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സുകളാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സ്. എന്തുകൊണ്ടാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡിഗ്രിയും PG-യും ഒന്നിച്ച് പഠിക്കും അല്ലെ? സയൻസുകാർക്ക് ഒരുപാട് ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. JEE മെയിൻ വഴി IIT-കളുടെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കാം. JEE അഡ്വാൻസ്ഡ് വഴിയൊക്കെ, പിന്നെ JEE മെയിൻ വഴി NIT-കളിൽ പഠിക്കാം. JEE അഡ്വാൻസ്ഡ് വഴി IIT-കളിൽ പഠിക്കാം. അതുപോലെ തന്നെ നൈസർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് അല്ലെ? ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും അത്രയധികം സംവിധാനങ്ങളില്ല, പക്ഷെ മാനേജ്മെന്റ് ഏരിയയിലുണ്ട്. ആർക്കും പോകാൻ പറ്റുന്ന മാനേജ്മെന്റ് ഏരിയയിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാനേജ്മെന്റ് ഏരിയയിലുള്ള ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ഇതിൽ തന്നെ പലരും അപ്ലൈ ചെയ്തവരൊക്കെ ഉണ്ടാവും. എനിബഡി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മാനേജ്മെന്റ് ഏരിയയിലുള്ള ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എവിടെയാണ്? എന്താണ്? IPPO IPAT അല്ലേ? അതെ അതെ IPMAT, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IPMAT എന്ന് പറയും അല്ലേ? വെരി ഗുഡ്.
IP-MAT അത് ഏത് IIT-ലേക്ക് ഏത് IM-ലേക്കുള്ളതാണെന്ന് പറയാൻ പറ്റും? ഹൈദരാബാദ് IM. സോറി ഹൈദരാബാദ് അല്ല, ഇൻഡോർ ബാംഗ്ലൂർ. ഇൻഡോർ IM ഇൻഡോറിലേക്കുള്ളതാണ്. ഓക്കെ. ഈ സാധാരണ MBA-ക്ക് പോകുന്നത്, ഞാൻ അത് ജസ്റ്റ് പറയുന്നത് ഇതിലുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നു, ചിലപ്പോൾ ആ MBA-ക്ക് പോകാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതി ജസ്റ്റ് ഒന്ന് പറയാം. മാനേജ്മെന്റ് പ്രോഗ്രാം സാധാരണ MBA ചെയ്യാൻ IIM-കൾ പോയിട്ട് പഠിക്കാൻ എന്ത് ചെയ്യണം? ഒരു ഡിഗ്രി വേണം. ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് CAT എക്സാം എഴുതിയിട്ടാണ് നമ്മൾ IP-MAT CAT എഴുതിയിട്ടാണ് IIM-ന് പോകാം. അല്ലെ IIM കാലിക്കറ്റിലൊക്കെ പഠിക്കാം, IIM ഹൈദരാബാദിലൊക്കെ പഠിക്കാം. അതേ സമയത്ത് +2 കഴിഞ്ഞ കുട്ടികൾക്ക് നേരിട്ട് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 5 IIM-കൾ ഇന്ത്യയിലുണ്ട്. ഒന്ന് ഇൻഡോർ ആണ്, വേറൊന്ന് രോഹ്തക് ആണ്, പിന്നെ ജമ്മു, ബോധ്ഗയ, റാഞ്ചി, ഇങ്ങനെ 5 IIM-കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അതിലിപ്പോ അപേക്ഷിക്കേണ്ട സമയം പലതും കഴിഞ്ഞു. രോഹ്തക്കും പിന്നെ ഇൻഡോറും കഴിഞ്ഞു. ഇപ്പം JIPMAT എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ആണ് ജമ്മുവിലേക്കും ബോധ്ഗയയിലേക്കും. അതിപ്പോ 20-ാം തീയതി 28-ാം തീയതി വരെ, ഏപ്രിൽ 28 വരെ ഡേറ്റ്. താല്പര്യമുള്ള ആളുകൾക്ക് ആ എൻട്രൻസ് എഴുതിയിട്ട് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റഡ് കോഴ്സിന് അങ്ങനെ പോകും. ഓക്കെ. അപ്പൊ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പ്രധാന കാരണം, നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ എൻട്രൻസ് ഒന്നും എഴുതണ്ട. പലപ്പോഴും ഇപ്പോൾ CUET, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഡിഗ്രി പഠിക്കാന്ന് വിചാരിക്കുക. ഇവിടെ നമ്മുടെ നാട്ടിൽ ഡിഗ്രി പഠിച്ചാൽ ആ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും CUET-യുടെ PG എഴുതണം, അല്ലേ? എന്നാൽ മാത്രമാണ് പിന്നെ PG-ക്ക് കിട്ടുക. അപ്പൊ 2 എൻട്രൻസ് എഴുതുന്ന ഒഴിവാകാം. മാത്രമല്ല 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ക്യാമ്പസിൽ ഒരേ സുഹൃത്തുക്കളെ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അത് നല്ല മോശം ക്യാമ്പസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടണം നമുക്ക് തോന്നാം. അതേ സമയത്ത് ഒരു അടിപൊളി ക്യാമ്പസ് ആണെങ്കിലോ 5 വർഷം അവിടെ തന്നെ പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? അപ്പൊ ആ രീതിയിൽ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉള്ള ഒരു കോഴ്സിനാണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, അല്ലേ? അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം NCET വഴി 4 ഇയർ ഡ്യൂറേഷൻ ഉള്ള പ്രോഗ്രാമാണ്. അതായത് BSc B.Ed, BA B.Ed, BCom B.Ed, 3 B.Ed-കൾ, അല്ലെ? അപ്പൊ അത് BSc തന്നെ ഫിസിക്സിൽ, കെമിസ്ട്രി, അങ്ങനെ പല മേജറുണ്ട്. അതുപോലെ BCom-ലും ഉണ്ട്, അതുപോലെ BA-ലും പല മേജറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് താല്പര്യമുള്ള B.Ed-കൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിക്കാം. പിന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്, ഒരു എൻട്രൻസ് വഴിയാണെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഉഴപ്പി പോകും, അല്ലെ? +2 ഒക്കെ ഉഴപ്പിയിട്ടുണ്ടാവും, മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിഗ്രിക്ക് വരെ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടാവും. ഇവിടെയൊക്കെ ഇപ്പൊ ഓട്ടോണമസ് കോളേജിൽ, ഫറൂഖ് കോളേജ്, ദേവഗിരിയൊക്കെ എങ്ങനെ അഡ്മിഷൻ? മാർക്ക് അടിസ്ഥാനത്തിലല്ലേ? അപ്പൊ ആ മാർക്ക് +2 മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഒരിക്കലും അഡ്മിഷൻ കിട്ടൂല. നല്ല ഫുൾ മാർക്ക് ഉള്ളവർക്ക് തന്നെ അഡ്മിഷൻ കിട്ടുന്നില്ല. അതേ സമയത്തോ ഒന്ന് നിങ്ങൾ അതിന് ശ്രമിച്ചാൽ, ഇപ്പൊ ജൂണിലല്ലേ എക്സാം വരുന്നത്, ഒരു 1.5 മാസത്തിനടുത്ത് സമയമുണ്ട്. ഒന്ന് നന്നായിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ എൻട്രൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. NCET ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ NCET ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഗ്രിയും B.Ed-ഉം കൂടെ പല സ്ഥാപനങ്ങൾ പഠിക്കാൻ പറ്റും. മാത്രമല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി, B.Ed വേണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. കോഴിക്കോട് NIT-ലൊക്കെ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. പല കുട്ടികൾക്കും അത് അറിയില്ല. എക്സിറ്റ് ഓപ്ഷൻ, അതായത് 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. B.Ed എടുത്തോളം നിർബന്ധമല്ല. അതിനുള്ള ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള അവസരവും കോഴിക്കോട് NIT-ലൊക്കെ കൊടുക്കുന്നുണ്ട്. NIT-യുടെ സൈറ്റിലൊന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ പിന്നെ പ്രോസ്പെക്ടസ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ JAM ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് IIT-യിലൊക്കെ MSc-ക്ക് കയറാം. JAM എന്ന് പറഞ്ഞ എൻട്രൻസ് ഇല്ലേ? ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc എന്ന് പറഞ്ഞ JAM എന്ന് പറഞ്ഞ എൻട്രൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു എൻട്രൻസ് വഴി IIT പോയിട്ട് MSc ഒക്കെ ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ ഒരു എൻട്രൻസ് വഴി ഇതുപോലെ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി എൻവയോൺമെന്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. NIT-ലൊക്കെ എന്ന് പറഞ്ഞാൽ പല ബ്രാഞ്ചുകളും ഒരുപാട് ഫെസ്റ്റുകളും ടെക് ഫെസ്റ്റുകളും ഒക്കെ നടക്കുന്ന ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഡിഗ്രി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയ ഒരു എൻവയോൺമെന്റിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ 2030 ആകുമ്പോഴേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? ITEP ആയിട്ട് മാറും. അതായത് 2030 ഇപ്പൊ തന്നെ 24 ആയില്ലേ? നിങ്ങൾ കോഴ്സ് കഴിയുമ്പോൾ തന്നെ 28 ആവും. അപ്പൊ 2030 ഒക്കെ ആകുമ്പോൾ നിർബന്ധമാകും ഈ ക്വാളിഫിക്കേഷൻ. ITEP പ്രോഗ്രാം നിർബന്ധമായി മാറും. അപ്പൊ അതുകൊണ്ട് ഒരു മിനിമൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറും. ടീച്ചർ ആവാനാണ് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇത് മാറും. കാര്യത്തിൽ സംശയമില്ല. NEP-ലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ സെമസ്റ്റർ വൈസിലൊക്കെ മാറിയിട്ട് ക്രെഡിറ്റ് ബേസ്ഡ് സ്ട്രക്ചർ ആണ് വരുന്നത്, അല്ലെ? ഇപ്പൊ 3 ഇയർ ഒക്കെ 4 ഇയർ ആയി ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. NEP 2020-യുടെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അപ്പൊ ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹയർ സ്റ്റഡീസ്, നമുക്ക് ഏത് കോഴ്സ് എടുക്കുമ്പോൾ ഹയർ സ്റ്റഡീസ് പരിഗണിക്കണമല്ലോ. കരിയർ മേഖലയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഹയർ സ്റ്റഡീസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന മൈനർ, ഇപ്പൊ മേജർ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ NIT-യിലാണെങ്കിൽ ഫിസിക്സിൽ, മാത്സിൽ, കെമിസ്ട്രിയിൽ മേജർ എടുക്കാം. ആ മേജറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? PG-ക്ക് പോകാം. അതായത് BSc കെമിസ്ട്രി, MSc കെമിസ്ട്രിക്ക് പോകാം, അതായത് MSc ഫിസിക്സിന് പോകാം, MSc മാത്സിന് പോകാം. അതേപോലെ തന്നെ M.Ed-നും പോകാം. അതായത് എഡ്യൂക്കേഷനിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ആണെന്ത്? B.Ed കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് M.Ed അല്ലേ?
അപ്പൊ അതിന് പോകാം. അപ്പൊ രണ്ടിന് പോകാനുള്ള അവസരങ്ങൾ നമുക്ക് തുറന്നു കിട്ടും ഏത് ഈ കോഴ്സ് കഴിയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പല മൈനറുകളും തിരഞ്ഞെടുക്കാം. ഇപ്പൊ NIT തന്നെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേണം എക്കണോമിക്സ് മൈനറായിട്ട് എടുക്കാം. ഫിസിക്സ് BSc ഫിസിക്സ് എടുക്കുന്ന ആൾക്ക് വേണമെങ്കിൽ NIT എക്കണോമിക്സ് എടുക്കാനും ബയോളജി എടുക്കാനും ബോട്ടണി എടുക്കാനുള്ള അവസരം വരെയുണ്ട്. കെമിസ്ട്രി എടുക്കാം, മാത്സ് എടുക്കാം. അങ്ങനെ നമുക്ക് ഏത് മൈനർ വേണം, പല ഇന്റർ ഡിസിപ്ലിനറി മൈനർ എടുക്കാനുള്ള അവസരം, അതിന് വേറൊരു പേപ്പറോട് പഠിക്കാനുള്ള അവസരം. അതുപോലെ തന്നെ സ്കില്ലുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ തന്നെ ഒരു വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, അല്ലെ? ലൈഫ് സ്കിൽസ്, അങ്ങനത്തെ സ്കില്ലുകൾ, ഒരു ജോലി കിട്ടാൻ ആവശ്യമായ സ്കില്ലുകൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ 21st സെഞ്ചുറി സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കാലത്ത് ജോലി നേടാനും ജോലി നേടിയാൽ തന്നെ അതിൽ പിന്നെ ഷൈൻ ചെയ്യാനൊക്കെ ഉള്ള സ്കില്ലുകൾ. അപ്പൊ ഇങ്ങനെയുള്ള സ്കില്ലുകൾക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് IT. അതുപോലെ തന്നെ വേറൊരു പുതിയൊരു കാര്യം, പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറുന്നുണ്ട്, അല്ലെ? ആ ഡിസൈൻ തന്നെ മാറുന്നുണ്ട്. പുതിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 5+3+3+4 ആണ്. 5+3+3+4. അതിൽ ആദ്യം 5 years എന്താണ് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയും. പ്രീ സ്കൂൾ മുതൽ ഗ്രേഡ് 2 സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ പിന്നെ അടുത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അതെന്ന് പറഞ്ഞാൽ 3rd മുതൽ 5th വരെ, ഗ്രേഡ് 3 മുതൽ ഗ്രേഡ് 5, അതായത് സ്റ്റാൻഡേർഡ് 3 മുതൽ സ്റ്റാൻഡേർഡ് 5 വരെ, അത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. പിന്നെ മിഡിൽ സ്റ്റേജ് വരുന്നത് ഗ്രേഡ് 6 ടു ഗ്രേഡ് 8, 8ാം ക്ലാസ് വരെ എന്താണ് മിഡിൽ സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ ആണ്. 8 കഴിഞ്ഞിട്ട് 9 മുതൽ 12 വരെ. ഇപ്പൊ നമ്മൾ +2 ഹയർ സെക്കൻഡറി വേറെ തന്നെ അല്ലേ, പക്ഷെ ഇനിയുള്ള പിന്നെ സെക്കൻഡറിയിൽ വരുന്നത് എന്താണ് 9 to 12 ആണ്. അപ്പൊ ഇതൊക്കെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുടെ മാറ്റങ്ങളാണ്. അപ്പോൾ ഈ 4 സ്റ്റേജുകൾ, 4 സ്പെഷ്യലൈസേഷനുകളിലേക്ക് യോജിച്ച പ്രോഗ്രാമുകൾ എന്താണ് ITP പ്രോഗ്രാമിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുകയാണ്, 5+3+3+4 എന്നുള്ള സ്റ്റേജിലേക്ക് മാറുകയാണ്. അപ്പൊ അതിന് ഫൗണ്ടേഷണൽ സ്റ്റേജ് പഠിപ്പിക്കാൻ ആളുകൾ വേണം. പ്രിപ്പറേറ്ററി സ്റ്റേജ് പഠിപ്പിക്കാനുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 3 3 മുതൽ 5 വരെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റാം. മിഡിൽ സ്റ്റേജ് സ്പെഷ്യലൈസേഷനുള്ള ആളുകൾ അവർക്ക് 6th സ്റ്റാൻഡേർഡ് മുതൽ 8th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാൻ പറ്റും. സെക്കൻഡറി സ്റ്റേജ് ആണെങ്കിൽ അവർക്ക് 9th മുതൽ 12th വരെ പറ്റും. ഇപ്പം 12th പഠിപ്പിക്കണമെങ്കിൽ സെറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ, അല്ലേ? 9th പഠിപ്പിക്കണമെങ്കിൽ സെറ്റിന്റെ ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ഈ പിന്നെ +2 പഠിക്കണമെങ്കിലാണ് സെറ്റ് ഒക്കെ വേണ്ടത്. അപ്പൊ ആ സിസ്റ്റം ഒക്കെ മാറാൻ പോവാണ് പുതിയ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ ഈ NEP ITP പ്രോഗ്രാം നിങ്ങൾ അതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പല സ്ഥാപനങ്ങളിലും ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും സെക്കൻഡറി സ്റ്റേജ് സ്പെഷ്യലൈസേഷനാണ് കൊടുക്കുന്നത്. അതായത് ഗ്രേഡ് 9 ടു ഗ്രേഡ് 12. നമ്മൾ കേരളത്തിലാകെ 3 സ്ഥാപനങ്ങളാണ് ITP പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് NCET വഴി. അത് 3 സ്ഥാപനത്തിൽ സെക്കൻഡറി സ്റ്റേജേ ഉള്ളൂ. അതായത് 9th മുതൽ 12th വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള കോഴ്സാണ് തരുന്നത്. പിന്നെ ഫൗണ്ടേഷൻ സ്റ്റേജ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആകെ ഒരു ജമ്മു കാശ്മീരിൽ ഒരു സ്ഥാപനം, അവിടെ മാത്രമാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് കാണുന്നത്. അതുപോലെ പ്രിപ്പറേറ്ററിയും മിഡിലും ഒക്കെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ എവിടെ പിന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയാണ് കണ്ടത്. BA B.Ed ഉണ്ട്, പിന്നെ പ്രിപ്പറേറ്ററി മിഡിലും സെക്കൻഡറിയും പറ്റി. ബാക്കി എല്ലായിടത്തും സെക്കൻഡറി സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ NEP അവർ പറയും സെക്കൻഡറി സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഡിൽ സ്റ്റേജ് പഠിപ്പിക്കാന്നൊക്കെ പറയായിരിക്കും. എന്തായാലും സെക്കൻഡറി സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ തന്നെയാണ് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും കാണാൻ സാധിക്കുന്നത്. കേരളത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് പിന്നെ 3 സ്ഥാപനങ്ങൾ NIT ഉണ്ട്, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉണ്ട്, പിന്നെ സംസ്കൃത് യൂണിവേഴ്സിറ്റി, 3ലും സെക്കൻഡറി സ്പെഷ്യലൈസേഷൻ. അപ്പൊ നമുക്ക് നമ്മുടെ എൻട്രൻസിനെ കുറിച്ച് പറയുമ്പോൾ ജൂൺ 12-നാണ് എക്സാം. ജൂൺ 12-ന് എക്സാം. ഇനി അഥവാ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം വേറെ ദിവസങ്ങളും നടത്തുന്നൊക്കെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ജൂൺ 12 എന്ന് ഉറപ്പിക്കാം. ജൂൺ 12-നാണ് എക്സാം നിങ്ങൾ എഴുതേണ്ടി വരിക. ഈ എക്സാം വഴി നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IIT-കൾ, NIT-കൾ, RI-കൾ. എന്താ RI അറിയാം? റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് RI. മൈസൂർ ഒരു സ്ഥാപനമുണ്ട്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഷില്ലോങ്ങിലുണ്ട്, ഭോപ്പാൽ, അങ്ങനെ 3-4 സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവിടെ എല്ലാ സ്ഥാപനങ്ങളിലൊന്നും നമ്മുടെ NCET വഴിയല്ല. മൈസൂരാണ് നമ്മുടെ സൗത്തിലുള്ളത്. പക്ഷെ മൈസൂരിലേക്ക് അവര് ITP പ്രോഗ്രാം NCET വഴിയല്ല അഡ്മിഷൻ, അവര് തന്നെ NCERT നടത്തുന്ന എൻട്രൻസ് വഴിയാണ് കഴിഞ്ഞ വർഷം നടത്തിയത്. ഈ പ്രാവശ്യം അങ്ങനെ ആകാനാണ് സാധ്യത. കാരണം ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഭോപ്പാലിനെ പറ്റിയും അജ്മീറിനെ പറ്റിയും മാത്രമാണ് ഈ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പറയുന്നത്. ഷില്ലോങ്ങിനെ കുറിച്ചും മൈസൂരിനെ കുറിച്ചൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പൊ അവിടേക്ക് നിങ്ങൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, RI-യിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മൈസൂരൊക്കെ വേറെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ.
എല്ലാ കുട്ടികളും വിചാരിക്കുന്നത് എല്ലാ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമും NCET വഴിയാണെന്നാണ്. മൈസൂരിൽ അങ്ങനെയല്ല. അപ്പം 64 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. 6100 സീറ്റുകളുണ്ട്. 6100 സീറ്റൊക്കെ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തോളണമെന്നില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ 6100 സീറ്റ് എല്ലാം കൂടെ BA BEd ഉണ്ട്, BSc BEd ഉണ്ട്, BCom BEd ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നല്ല വേണ്ടി വരാം. എല്ലാം കൂടെയാണ് 6100 സീറ്റ്. അപ്പൊ IIT-കളുടെ ഖരഗ്പൂർ ഉണ്ട്, ജോധ്പൂർ ഉണ്ട്, ഭുവനേശ്വർ ഉണ്ട്, റോപ്പറിൽ ഒക്കെ ഉണ്ട്. NIT ആണെങ്കിലോ കാലിക്കറ്റ്, അതുപോലെ ട്രിച്ചി. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് NIT ആണ് ട്രിച്ചി. NIT-ന്റെ ടോപ്പ് റാങ്കിങ് ഉള്ളതാണ് ട്രിച്ചി, തിരുച്ചിറപ്പള്ളിയിലുള്ളത്. ഇപ്പൊ കോഴിക്കോട് NIT കുഴപ്പമില്ല, 5th ഒക്കെ വരുന്നതാണ് കാലിക്കറ്റ് NIT. ഹൈദരാബാദ് NIT വളരെ ഫേമസ് ആണ്. NIT പുതുച്ചേരി, NIT അഗർത്തല, ഇങ്ങനെയുള്ള NIT-കളിലൊക്കെ നമുക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ RI റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഭോപ്പാലിലും അജ്മീറിലും നമുക്ക് അഡ്മിഷൻ കിട്ടും. സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള, രാജസ്ഥാൻ, തമിഴ്നാട്, ഹരിയാന, പഞ്ചാബ്, കാശ്മീർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പല സ്ഥാപനങ്ങളിൽ ഈ പ്രോഗ്രാം ഉണ്ട്. മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിലുണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഡോക്ടർ ഹരിസിംഗർ യൂണിവേഴ്സിറ്റി, അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി, കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി, സാവിത്രിബായി പൂനെ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ഏകദേശം 64 ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എന്താണ് പിന്നെ ഈ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ NCET.samarth.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിൽ ഇതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡറി സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ. സെക്കൻഡറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 9th മുതൽ 12th വരെ പഠിപ്പിക്കാനുള്ള സ്പെഷ്യലൈസേഷൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. NIT കാലിക്കറ്റിൽ 50 സീറ്റുകൾ. BSc BEd മാത്രമേ ഉള്ളൂ. കാരണം NIT ഒരു സയൻസ് സബ്ജക്റ്റിന്റെ സ്ഥാപനമാണല്ലോ. അവിടെ BA BEd BCom BEd ഇല്ല. അവിടെ മാത്തമാറ്റിക്സ് മേജർ ആയിട്ട് 20 സീറ്റ് ഉണ്ട്, ഫിസിക്സ് മേജർ ആയിട്ട് 15 സീറ്റ് ഉണ്ട്, കെമിസ്ട്രി മേജർ ആയിട്ട് 15 സീറ്റ്. അപ്പൊ ആകെ 50 സീറ്റുകളാണത്. പിന്നെ NIT നമുക്ക് കിട്ടാൻ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. NIT-യിലെ ഹോം സ്റ്റേറ്റ് കോട്ട, അതർ സ്റ്റേറ്റ് കോട്ട എന്ന് പറഞ്ഞ കോട്ടകൾ. JEE മെയിൻ ഒക്കെ എഴുതിയ കുട്ടികൾക്ക് അറിയായിരിക്കും. അതാ എഴുതാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. സ്റ്റേറ്റ് കോട്ട എന്ന് പറഞ്ഞാല് നമുക്കുള്ള റിസർവ്ഡ് സീറ്റാണ്. മലയാളികൾക്ക് കേരളത്തിൽ +2 പഠിച്ച കുട്ടികൾക്ക് റിസർവ്ഡ് സീറ്റാണ് 50%. ഇപ്പൊ മാത്സ് മേജർ 20 സീറ്റ് ഉണ്ടെങ്കിൽ അത് 10 സീറ്റ് നമുക്കുള്ളതാണ്. അത് കേരളത്തിന് പുറത്തുള്ള ഒരു കുട്ടിക്ക് കൊടുക്കൂല അവര്. അപ്പൊ കൂടുതൽ ചാൻസ് ഉണ്ട് NIT-യിലൊക്കെ കിട്ടാൻ. അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടെങ്കിൽ BSc BEd നിങ്ങൾക്ക് കോഴിക്കോട് NIT പഠിക്കാൻ സാധ്യത കൂടുതലുണ്ട്. ഇവിടെ ഹോം സ്റ്റേറ്റ് കോട്ട റിസർവേഷൻ. വേറെ ട്രിച്ചിയിലൊന്നും നമുക്ക് ആ റിസർവേഷൻ കിട്ടൂല. ട്രിച്ചിയിൽ അതർ സ്റ്റേറ്റ് കോട്ടയിലെ നമ്മൾ പരിഗണിക്കും. അവിടുത്തെ ഹോം സ്റ്റേറ്റ് കോട്ട തമിഴ്നാടുള്ളവർക്കാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ സാധ്യത NIT കാലിക്കറ്റിലുണ്ട്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ്, അവിടെ BA BEd ഉണ്ട്, BSc BEd ഉണ്ട്, BCom BEd ഉണ്ട്. അവിടെ ഒന്നും ഇങ്ങനെ ഹോം സ്റ്റേറ്റ് കോട്ട എന്നുള്ള സംവിധാനം ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ സെൻട്രൽ സാംസ്കൃതിക യൂണിവേഴ്സിറ്റി ഗുരുവായൂർ, ഇത് ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്താണ്, കഴിഞ്ഞ വർഷം അത് ഇല്ലായിരുന്നു. അപ്പൊ അതില് BA BEd 100 സീറ്റുകൾ BA BEd. അപ്പം ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് ഞാൻ പറഞ്ഞു. പിന്നെ ഏപ്രിൽ 30, 11:30 വരെ, രാത്രി 11:30 വരെ നമുക്ക് അപേക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ വേണമെങ്കിൽ 11:50 വരെ സമയമുണ്ട്. അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, പലപ്പോഴും നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പല മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് May 2 മുതൽ May 4 വരെ അവർ ഓപ്പൺ ചെയ്തു തരും. നമുക്ക് കറക്റ്റ് ചെയ്യാം മിസ്റ്റേക്ക് വന്നു പോയാൽ. അതുപോലെ പിന്നെ ഏത് സിറ്റി ആണുള്ളത്, നമ്മളതിൽ അപേക്ഷയിൽ നമ്മൾ 2 സെന്റർ കൊടുക്കണം. ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ തന്നെ 9ഓളം സെന്റർ ഉണ്ട്. അപ്പൊ ഈ 2 സെന്റർ നമ്മൾ കൊടുക്കണം. അപ്പൊ ആ സെന്റർ കൊടുത്ത സെന്ററിലുള്ള ഏത് സിറ്റിയാണ് കറക്റ്റ് പിന്നെ സെന്റർ ഏതാണെന്ന് അറിയണമെങ്കിൽ ഹോൾ ടിക്കറ്റ് തന്നെ വേണം. പക്ഷെ ആ സെന്റർ ഉൾക്കൊള്ളുന്ന സിറ്റി അറിയണമെങ്കിൽ ഏകദേശം May ലാസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അഡ്മിറ്റ് കാർഡ് വരിക ഒരു 3 ദിവസം മുമ്പാണ്. ആ 3 ദിവസം മുമ്പ്, എക്സാമിന്റെ 3 ദിവസം മുമ്പ് അഡ്മിറ്റ് കാർഡ് വരും. അപ്പൊ കറക്റ്റ്, അപ്പൊ മാത്രമാണ് നമുക്ക് അറിയാം എവിടെയാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ എക്സാം. ഇപ്പൊ June 12-നാണ് എക്സാം. അപ്പൊ അതിന്റെ മുമ്പ് 9-ാം തീയതി 10-ാം തീയതി ഒക്കെ എന്ത് വരും, നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അഡ്മിറ്റ് കാർഡ് ഒന്നും മുമ്പത്തെ പോലെ പോസ്റ്ററായിട്ട് നല്ല വരും നമുക്കറിയാം. സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതിന്റെ സൈറ്റ് ഇതാണ്, NCET.samarth.ac.in. ഈ സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസിലേക്കൊക്കെ പോകാൻ പറ്റും. NCET സൈറ്റ് ഇതാണ്. ആ സൈറ്റ്, ഈ സൈറ്റിലേക്ക് പോകും. ഈ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഇൻഫർമേഷനും, ഫസ്റ്റ് തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റ്, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. മാത്രമല്ല അത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എല്ലാ ഡീറ്റെയിലും അതിലുണ്ട്. അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് പറഞ്ഞ അടുത്തൊരു ടാബ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണെന്ന് അറിയാൻ പറ്റും. ആ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ അവര് പറയും അവിടെ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾ ഏതൊക്കെ പേപ്പർ, ഡൊമൈൻ പേപ്പർ ഒക്കെ എഴുതുന്നു. അതൊക്കെ CUET അപേക്ഷിച്ച കുട്ടികൾക്കും CUET-നെ പറ്റി മനസ്സിലാക്കി കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇത്. പിന്നെ സിലബസ്
സിലബസും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലബസിലേക്ക് പോകും. ഇങ്ങനെ ഒരു വിൻഡോ വരും. ആ സിലബസ് അക്കൗണ്ടൻസിന്റെ സിലബസ് അറിയാം, അഗ്രികൾച്ചറിന്റെ അറിയാം, ആന്ത്രപ്പോളജിന്റെ അറിയാം, ഇങ്ങനെ എല്ലാ ഡൊമൈൻ സബ്ജക്റ്റുകളുടെയും സിലബസും നമുക്ക് ഇവിടെ. അപ്പൊ ഇതിന് എലിജിബിലിറ്റി എന്താണ്? ഇതാണ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു അല്ലെങ്കിൽ +2 ഇപ്പോൾ എഴുതിയ കുട്ടികൾക്കും പറ്റും. അപ്പൊ പരീക്ഷ എഴുതി റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ, ആ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാൻ പറ്റും. പക്ഷേ അതുപോലെ ഇതിന് അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നമ്മൾ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പറ്റും. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അതേ സമയത്ത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കണ്ടീഷൻ നമ്മൾ നോക്കണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഇപ്പൊ NIT യിലാണെങ്കിൽ NIT, അപ്പൊ അവരെ സൈറ്റിൽ പോയിട്ട് നോക്കണം അവരുടെ എന്തൊക്കെ കണ്ടീഷൻ. NIT മാർക്ക് 50% മാർക്ക് വേണമെന്ന് NIT പറയുന്നുണ്ട്. അതുപോലെ NIT പറയുന്നത് BSc കെമിസ്ട്രി എടുക്കണമെങ്കിൽ നമ്മൾ +2 കെമിസ്ട്രി പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. BSc B.Ed കെമിസ്ട്രിയിൽ എടുക്കണമെങ്കിൽ. അതുപോലെ കെമിസ്ട്രി ഇതിൽ എഴുതിയിരിക്കണം, NCERT കെമിസ്ട്രി എഴുതണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ കുറെ കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഓരോ യൂണിവേഴ്സിറ്റിയും പോയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്ന കണ്ടീഷൻസ് നമ്മൾ പോയിട്ട് മനസ്സിലാക്കണം. പിന്നെ ഫീസ് 1200 രൂപയാണ് ജനറൽ കാറ്റഗറി. ഇനി റിസർവേഷൻ ഉള്ള ആളുകൾ, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന ആളുകളുണ്ടല്ലോ അല്ലെ, NCL പെടുന്ന ആളുകൾ, അതുപോലെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഇവരൊക്കെ 1000 രൂപ അടച്ചാൽ മതി. SC ST പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ്, പിന്നെ അംഗവൈകല്യമുള്ള ആളുകൾ, അതുപോലെ തന്നെ തേർഡ് ജെൻഡർ ആയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകളൊക്കെ 650 rupees. ഇപ്പൊ ഈ OBC NCL എന്ന് പറഞ്ഞത് ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന ആളുകളാണ്. പക്ഷെ അത് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും പറയുന്നില്ല. ഈ അപേക്ഷയുടെ കൂടെ മുമ്പൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ എല്ലാത്തിനും കൊടുക്കേണ്ടിയിരുന്നു. ഇപ്പൊ അവര് ആവശ്യമില്ലാത്ത കുട്ടികളൊന്നും വാങ്ങണ്ടല്ലോ, അവിടെ തിരക്കൊക്കെ കുറയ്ക്കാനായിരിക്കാം ഈ പ്രാവശ്യം ജയിക്കും ഇതിനൊന്നും ഇപ്പൊ അപേക്ഷന്റെ കൂടെ OBC കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. വാങ്ങി വെച്ചാലും പ്രശ്നമുണ്ട്. ഇവർ പറയുമ്പോൾ ചിലപ്പോൾ പിന്നെ ഡേറ്റിന് ശേഷമുള്ളത് വേണമെന്ന് പറയും. ഏപ്രിൽ 1-ന് ശേഷമുള്ളത് അല്ലെങ്കിൽ മെയ് 1-ന് ശേഷമുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വീണ്ടും പോയി വാങ്ങേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് അവര് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് OBC സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി. വാങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങൾ വില്ലേജ് ഓഫീസറിന് വാങ്ങരുത്. കാരണം ഇത് ഓൾ ഇന്ത്യ ടെസ്റ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള NCL സർട്ടിഫിക്കറ്റ് വാങ്ങണം. വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ വാങ്ങി കൊടുത്തിട്ട് റിസർവേഷൻ നഷ്ടപ്പെടുന്ന പല കുട്ടികളുടെയും കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. പല കുട്ടികളും വിളിക്കാറുണ്ട്, സർ സർട്ടിഫിക്കറ്റ് മാറിപ്പോയി, അക്ഷയയിലെ ചേച്ചി പറഞ്ഞു ഏതെങ്കിലും ഒന്ന് മതി എന്നൊക്കെ. അങ്ങനെ എന്നിട്ട് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇതിന് കൊടുക്കും. പിന്നെ തഹസീൽദാരത്ത് വാങ്ങിയിട്ട് കീമിന് കൊടുക്കും. കീം എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റിന്റെ ആണ് കൊടുക്കേണ്ടത്. അത് വില്ലേജ് ഓഫീസറുടെ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരിക്കലും അത് ഞാൻ പ്രത്യേകം ഈ പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. NCL വാങ്ങുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പർപ്പസ് വാങ്ങും. പിന്നെ സെൻട്രൽ ചോയ്സ്, പിന്നെ നമ്മൾ ഓപ്ഷൻ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ചോയ്സ് വേണം. 2 ചോയ്സ് നമുക്ക് 2 ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അത് ഒന്നാമത്തെ തന്നെ കിട്ടും, ഇല്ലെങ്കിൽ രണ്ടാമത്തേത് കിട്ടും. ഇനി ചിലപ്പോൾ രണ്ടും തരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ള റൈറ്റ് NTA ഉണ്ട്. NTA ഏതെങ്കിലും അലോട്ട് ചെയ്യും, നമ്മൾ അവിടെ പോയിട്ട് എഴുതിയേ പറ്റും. പിന്നെ സെൻട്രൽ ഇനിയിപ്പോൾ ചില കുട്ടികൾ പറയും എനിക്ക് ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ എഴുതണം, വേറെ സ്റ്റേറ്റിലൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ഇവിടുത്തെ ആയിരിക്കുമല്ലോ, പ്രസന്റ് അഡ്രസ്സ് പുറത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ഒരു അഡ്രസ്സ് ഇപ്പോൾ തമിഴ്നാട്ടിലത്തെ കൊടുത്താൽ മാത്രമേ തമിഴ്നാട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. അത് ശ്രദ്ധിക്കുക. അങ്ങനെ ആർക്കെങ്കിലും എഴുതണ ആഗ്രഹം ഉണ്ടെങ്കിൽ. പിന്നെ ഡോക്യുമെന്റ്സ് പറഞ്ഞ സാധാരണ പോലെ ഒരു ഫോട്ടോഗ്രാഫ് വേണം അല്ലെ. പിന്നെ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലുള്ള ഫോട്ടോഗ്രാഫ്. അതിന്റെ സൈസ് 10 KB to 200 KB ആണ്. അത് പല സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തിട്ട് അതും അപ്ലോഡ് ചെയ്യണം. 4 KB to 30 KB ആണ് സിഗ്നേച്ചറിന്റെ സൈസ്. പിന്നെ അംഗവൈകല്യമുള്ള ആളുകൾ ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അത് അംഗവൈകല്യമുള്ള ആളുകൾ മാത്രം ചെയ്താൽ മതി. ഈ 3 ഡോക്യുമെന്റ്സ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ ഇപ്പൊ അവർ പറയുന്നുള്ളൂ. പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ അവര് പറയും. അതുപോലെ NCL സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ പറയുന്ന സമയത്ത്. പിന്നെ എക്സാം പാറ്റേൺ അല്ലെ, നമ്മുടെ സമയം അതിക്രമിക്കുന്നുണ്ടോ? എക്സാം പാറ്റേൺ എന്താണ്? 180 minutes എക്സാം ആണ് അല്ലെ. 180 minutes പറഞ്ഞാൽ എത്രയായി? 3 hours അല്ലെ. 3 hour എക്സാം ആണ്. CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. JEE ഒക്കെ പോലെ. അതുപോലെ CUT ഇപ്പൊ ഹൈബ്രിഡ് മോഡൽ ആക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് 2 കൂടെ ഉണ്ട്. അപ്പൊ ഇത് ഏതായാലും CBT ആണ്. നമ്മൾ കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നിട്ട് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഓരോ സെക്ഷൻസ് ഇങ്ങനെ വരും, അത് ഇങ്ങനെ ആൻസർ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ 4 സെക്ഷനുകളുണ്ട്. 4 സെക്ഷനുകൾ. ഫസ്റ്റ് സെക്ഷൻ ലാംഗ്വേജ് സെക്ഷൻ ആണ്. ഈ ലാംഗ്വേജ് 2 ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യാം. 38ഓളം ലാംഗ്വേജ് ഉണ്ട് അതിൽ, ആ പ്രോസ്പെക്ടസിലുണ്ട്. അതിൽ നമുക്ക് 2 ലാംഗ്വേജ്, നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള 2 ലാംഗ്വേജ്, ഇംഗ്ലീഷും നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാം. ആ 2 ലാംഗ്വേജും പരീക്ഷ എഴുതണം. 2 ലാംഗ്വേജിലും ഓരോ ലാംഗ്വേജിലും 23 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 20 ആൻസർ ചെയ്താൽ മതി. കഴിഞ്ഞ വർഷമൊന്നും ഇതുപോലെ ചോയ്സ് ഇല്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രാവശ്യം ചോയ്സ് ഉണ്ട്. 23 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 20 ആൻസർ ചെയ്താൽ മതി.
അത് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജിൽ 23 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 20 ആൻസർ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മൾ ടീച്ചർ ആവാൻ പോവല്ലേ, അപ്പൊ ടീച്ചർ ആവാനുള്ള സ്കില്ലുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ അങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ഉണ്ട്. അവിടെ 23 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. അത് കമ്പൽസറി ആണ്, എന്തായാലും എഴുതേണ്ട പേപ്പറാണ്. അതുപോലെ അങ്ങനെ ലാംഗ്വേജിന്റെ മാതിരി ചോയ്സ് ഒന്നുമില്ല, എന്ന ലാംഗ്വേജ് ചെയ്താൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഒരേ എക്സാം ആണ്. അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ്, നിങ്ങളുടെ GK ടെസ്റ്റ് ചെയ്യുന്ന അതും ഒരു 28 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യു ഹാവ് ടു അറ്റൻഡ് 25 ക്വസ്റ്റ്യൻസ്, അതും കമ്പൽസറി ആണ്. അപ്പൊ ഈ GKക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ഓരോ മാർക്കുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കുള്ളൂ. അതേസമയത്ത് ലാംഗ്വേജിന് 2 മാർക്കുണ്ട്. പിന്നെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്, അതായത് 3 സബ്ജക്റ്റുകൾ എഴുതാം, 3 അത് പിന്നെ 26 ഡൊമൈൻ സബ്ജക്ട് ഉണ്ട്. അതിൽ പല യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെടുന്നത് പല രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു NIT പറഞ്ഞിട്ടുണ്ട്, NITയിൽ കെമിസ്ട്രി പഠിക്കണമെങ്കിൽ കെമിസ്ട്രി എഴുതണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ NIT നമുക്ക് ഫിസിക്സിനാണ് പോകണമെങ്കിൽ ഫിസിക്സും എഴുതണം, NIT മാത്സിന് പോകണമെങ്കിൽ മാത്സും എഴുതണം. അപ്പൊ 3 സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്യും. NITയിലെ 3 ഡൊമൈനും നമ്മൾ 3 മേജറും നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു മേജർ കിട്ടണമെങ്കിൽ ഈ സബ്ജക്ട് എഴുതും. അപ്പൊ അങ്ങനെ 3 സബ്ജക്റ്റുകളാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മളത് വളരെ ചിന്തിച്ച് നമ്മൾ സബ്ജക്ട് സെലക്ട് ചെയ്യണം. ആ ഡൊമൈൻ ക്വസ്റ്റ്യൻസിനും 28 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ എന്ത് ചെയ്താൽ മതി, 25 ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്. അപ്പൊ ഡൊമൈനിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പെർ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ച്. അപ്പൊ അങ്ങനെ ടോട്ടൽ 160 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 181 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ 160 ആൻസർ ചെയ്താൽ മതി. 3 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, സിലബസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ സൈറ്റിലൊക്കെ ഉണ്ട്. പിന്നെ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ്, 13 ലാംഗ്വേജിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. മലയാളത്തിൽ കേരളത്തിലും ലക്ഷദ്വീപിലൊക്കെ മലയാളത്തിൽ എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അപേക്ഷയിൽ സെലക്ട് ചെയ്യണം. അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും മലയാളം, പക്ഷെ അങ്ങനെ പ്രയാസമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. അപ്പൊ അത് എക്സാമിൽ അപ്ലൈ ചെയ്യുമ്പോൾ മീഡിയം സെലക്ട് ചെയ്യണം. പിന്നെ ലാംഗ്വേജ്, എക്സാം ലാംഗ്വേജിൽ ചോദിക്കുന്നത് എന്താണ്, അതിന്റെ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ്, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ ഒക്കെയാണ് വരിക. ഡൊമൈൻ സബ്ജക്ട് +2 സിലബസ് അനുസരിച്ചാണ് ഡൊമൈൻ സബ്ജക്ട്. സിലബസ് വിശദമായിട്ട് നിങ്ങൾക്ക് സൈറ്റിൽ ഒന്ന് നോക്കിയാൽ കാണാം. ജനറൽ ടെസ്റ്റിന് ചോദിക്കുന്നത് GKയും കറന്റ് അഫയേഴ്സും, ജനറൽ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ലോജിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ റീസണിങ്. GKയും കറന്റ് അഫയേഴ്സും നമ്മൾ വ്യത്യാസം എന്താ, രണ്ടും ഒന്നല്ലേ? GK എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാന്ന് വെച്ചാൽ ആരാണ്, നരേന്ദ്രമോദിയാണ്. അത് കറന്റ് അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു, അത് GK ആണ്. അപ്പൊ ആ രീതിയിൽ ഇപ്പോഴുള്ള കാര്യങ്ങളും ചോദ്യങ്ങൾ ഉണ്ടാവും, മുമ്പത്തെ കാര്യങ്ങളും ജനറൽ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യും, ന്യൂമറിക്കൽ എബിലിറ്റി, മാത്സിലുള്ള ചെറിയ ബേസിക് മാത്സ് ഒക്കെ ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ലോജിക്കൽ, പിന്നെ 3-4 ഫിഗർ ഒക്കെ തന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ചോദിക്കും. 3 ഫിഗർ കഴിഞ്ഞ് 4ാമത് ഏതാ ഫിഗർ വരിക എന്നുള്ള രീതി, അങ്ങനെ നമ്മുടെ ലോജിക്ക് ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ സയൻസ് പഠിപ്പിക്കാനുള്ള, മാത്സ് പഠിപ്പിക്കാനുള്ള, അതുപോലെ ആർട്സ് സബ്ജക്ട് പഠിപ്പിക്കാനൊക്കെ ഉള്ള ആപ്റ്റിറ്റ്യൂഡ് അവർ ടെസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽസ്. ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അവർ പറയുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ NCERT എക്സാം കഴിഞ്ഞു, നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു, നന്നായിട്ട് എഴുതുന്നു, നല്ല സ്കോർ വാങ്ങുന്നു അല്ലെ. അപ്പൊ ഈ സ്കോർ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി, NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡ്യൂട്ടി. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ നമ്മുടെ അലോട്ട്മെന്റിലൊന്നും NTAക്ക് യാതൊരു റോളും ഇല്ല. അതങ്ങനെ തന്നെയാണ് CUETന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ അതിൽ അപേക്ഷയിൽ കൊടുത്ത് പല യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ട്, നമുക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റീസും കോഴ്സൊക്കെ കൊടുക്കുന്നില്ലേ, ആ യൂണിവേഴ്സിറ്റിക്കൊക്കെ അവർ സ്കോർ കാർഡ് അയക്കും. നമുക്കും കിട്ടും, അവർക്ക് അയക്കും, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ആ സ്കോർ കാർഡ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കിട്ടി കഴിഞ്ഞു. അവർ ആ സ്കോർ കാർഡ് അയച്ചത് കൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിന് പ്രത്യേകം എവിടെയാണ് NIT ആണ്, NIT അപേക്ഷ കൊടുക്കണം. CUET, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡാണ്, അവിടെ അപേക്ഷിക്കണം. അവിടെ അവർ പറയുന്ന ഫീസ് ഉണ്ടെങ്കിൽ ഫീസ് അടയ്ക്കണം. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ അവർ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കുട്ടികളുടെ, അതായത് അവർക്ക് അപ്ലിക്കേഷൻ കിട്ടിയ കുട്ടികളുടെ സ്കോർ കാർഡ് നോക്കിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. CUETന്റെ കേസിലും ഉള്ളതാണ്, NCERTന്റെ കേസിലും പല കുട്ടികളും വിട്ടുപോകും. ഞങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, NCERT അപ്ലൈ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടി വരിക? അത് വരും, അത് ഓരോ സ്ഥാപനങ്ങളും പറയും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തോണ്ടിരിക്കണം. പിന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വരും. ഇപ്പം ഗൈഡന്റെ ഒക്കെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലേ, വാട്സാപ്പ് ഗ്രൂപ്പിലില്ലേ? അപ്പൊ അതിൽ ഇവർ അപ്ഡേറ്റ് ചെയ്യും. ഓരോ യൂണിവേഴ്സിറ്റിയും പറയുന്ന സമയത്ത്, പിന്നെ ആ സമയത്ത്. അപ്പൊ അത് അവർക്ക് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, അങ്ങനെ അപ്ലൈ വീണ്ടും ചെയ്യണം. അതെ. പലരും ഫീസും ഉണ്ട്, അധികം യൂണിവേഴ്സിറ്റി ഒരു ഫീസും പറയും.
ആ ഫീസ് നമ്മൾ അടച്ചിട്ട് അപ്ലൈ ചെയ്യും. എന്നാൽ മാത്രമേ അവരുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പെടുകയുള്ളൂ. അപ്പൊ പിന്നെ എന്തെങ്കിലും അതിനനുസരിച്ച് അവിടെ എന്തെങ്കിലും സ്ക്രൂട്ടനിങ് ഉണ്ടോ? ഈ NIT ഇപ്പൊ ഇത് കഴിഞ്ഞ വേറെ എന്തെങ്കിലും ഫിൽറ്ററിങ് അവിടെ ഉണ്ടോ? ഇല്ല, അവിടെയുള്ള ഫിൽറ്ററിങ് ഇതാണ് എലിജിബിലിറ്റി. എലിജിബിലിറ്റി അതായത് ഫിൽറ്ററിങ് മാത്രമാണ്. പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചിരിക്കണം, കെമിസ്ട്രിക്കാണെങ്കിൽ കെമിസ്ട്രി പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ 50% മാർക്ക് അവർ പറയുന്നുണ്ടെന്നാണ്. ഞാൻ അവരെ പ്രോസ്പെക്ടസ് ജസ്റ്റ് ഒന്ന് നോക്കിയാണ്, അതിൽ 50% മാർക്ക് എന്തായാലും വേണമെന്ന് പറയുന്നുണ്ടെന്നാണ് ഈ ശ്രദ്ധയപ്പെട്ടത്. NIT-യുടെ ഇതിൽ ഹൈ ഫീസ് പറയുന്നല്ലോ അവര്, 2 ലാഖിന്റെ അടുത്ത്. 2 ലാക്ക് മതിയാവൂല. പെർ ഇയർ 1.25 അങ്ങനെ 1.25 ലക്ഷം പെർ ഇയർ വരുന്നുണ്ട്. NIT-യുടെ സ്ഥിതി അങ്ങനെ. NIT IIT ഒക്കെ ഭയങ്കര ഫീസാണ്. അപ്പൊ 4 കൊല്ലത്തേക്ക് 5 ലക്ഷം ഫീസ് തന്നെ വരും. പിന്നെ അഡ്മിഷൻ ഫീ ഒക്കെ ആയിട്ട് തന്നെ ഒരു 40,000 45,000 അങ്ങനെ വരും. പിന്നെ അതേ സമയത്ത് വളരെ പാവപ്പെട്ട, അതായത് 1 ലാഖിൽ താഴെ ആനുവൽ ഇൻകം ഉള്ള ആളുകൾക്ക് ഫ്രീ ആണ്. അപ്പൊ ഈ NIT-യിലെ B.Ed കഴിഞ്ഞാൽ കേരളത്തിൽ ഹൈസ്കൂളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? PSC ഒക്കെ പറ്റും. NCT-ന്റെ അംഗീകാരമുള്ള കോഴ്സാണല്ലോ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ അംഗീകാരമുള്ള കോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ പറ്റും, എവിടെയും പറ്റും. ഫീസ് അതുപോലെ 5 ലക്ഷത്തിൽ താഴെയുള്ള കുട്ടികൾക്കും ഒരു ഇളവുണ്ട് കേട്ടോ. അതായത് 1 lakh to 5 lakhs ഇടയിലാണ് നമ്മുടെ വരുമാനമെങ്കിൽ ഒരു 1/3 കൊടുത്താൽ മതി. അതായത് ഒരു 40-45,000 ഒക്കെ മതിയാവും. ഈ കാലിക്കറ്റ് NIT-യിൽ ഇപ്പൊ B.Ed ചെയ്യുമ്പം ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ എവിടേക്ക് ചെയ്യാ? അത് ഒക്കെ അവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ ആയിരിക്കും എന്ന് അറിയില്ല. അത് അവരുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ചോദിക്കേണ്ടില്ല അവർ എവിടെയാണ് കൊടുക്കാന്ന്. കാരണം ഇപ്പൊ ഒരു കുട്ടികളും പുറത്തിറങ്ങില്ല, അതിന്റെ സാധ്യത ഒന്നും ആർക്കും അറിയില്ലല്ലേ. അതെ. അതാണ്, അതൊന്നും നമുക്ക് പറയാറായിട്ടില്ല. പക്ഷെ എന്താണ്, ഇത് കമ്പൽസറി ആണെന്നുള്ള NEP-ലൊക്കെ പറയുന്നുണ്ട്. 2030 ആയി കഴിഞ്ഞാൽ ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംസ്ഥാന സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ഇത് ചെയ്യണ്ടേ? അത് അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കാതിരിക്കാനൊന്നും പ്രയാസമാണ്. അംഗീകരിക്കാതിരിക്കാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ 4 ഇയർ ഡിഗ്രി തന്നെ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാം. അതായത് എക്സിറ്റ് ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ, ഓരോ ഇയറിലുള്ള എക്സിറ്റ് ഓപ്ഷൻ ഒക്കെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നമ്മൾ 3rd ഇയറിൽ മാത്രം 4 വർഷമുള്ള ഓരോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് ശരിക്കും NEP-യിൽ. പക്ഷെ ഇതിൽ നമ്മൾ ഇവിടെ കേരളം അംഗീകരിച്ചത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ഒഴിവാക്കി 3rd ഇയറിൽ മാത്രം എക്സിറ്റ് ഓപ്ഷൻ എന്നൊക്കെ രീതിയിലാണ്. അപ്പൊ അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ സ്റ്റേറ്റിന് വരുത്താം. പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താനോ അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, താങ്ക് യു. അപ്പം ഇവിടെ പിന്നെ ഏകദേശം ഞങ്ങൾക്ക് പ്രസന്റേഷൻ തീർക്കാണ്. അപ്പൊ ഇതിന്റെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, ഇതൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നും അല്ലെ? നല്ല സ്കോർ ഇപ്പൊ തന്നെ JEE-ലൊക്കെ സ്കോർ വന്നപ്പോൾ നിങ്ങൾ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. 99.9 98.9 ഒക്കെ കിട്ടിയ കുട്ടികളൊക്കെ. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല. നന്നായിട്ട് വർക്ക് ചെയ്താലേ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലെ? വളരെ ഈസിയാന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവർ ഒരുപാട് എന്താ പറയാ പിന്നെ സാക്രിഫൈസുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. പല ഫംഗ്ഷനുകളിൽ അവർ പങ്കെടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡെഡിക്കേഷൻസും സാക്രിഫൈസസും ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ എക്സാം ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് 1.5 മാസത്തോടെ ഉണ്ട്. ഒന്ന് നന്നായിട്ട് മെനക്കെട്ടാണെങ്കിൽ കോച്ചിങ് സെന്റർ ഓൺലൈനായിട്ടൊക്കെ പല കോച്ചിങ്ങുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ കോച്ചിങ്ങിനൊക്കെ ചേർന്ന് ഒന്ന് നിങ്ങൾ ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ മികച്ച സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള പിന്നെ ഇന്റഗ്രേറ്റഡ് B.Ed ഒക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ NIT-ലൊക്കെ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് വേണേ നിങ്ങൾ എക്സിറ്റ് അടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ജാം ഒക്കെ എഴുതിയിട്ട് വേണമെങ്കിൽ അങ്ങനെ പോകാം. അതുപോലെ ഇനി B.Ed കൂടെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ടീച്ചർ തന്നെ ആയിക്കോണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹയർ സ്റ്റഡീസ് ഇപ്പോൾ BSc കഴിഞ്ഞാൽ MSc-ക്ക് നിങ്ങൾക്ക് പോകാം. പിന്നെ BCom കഴിഞ്ഞവർക്ക് MCom-ന് പോകാം. അതുപോലെ തന്നെ BA കഴിഞ്ഞവർക്ക് MA ചെയ്യാൻ പറ്റും. അപ്പൊ ഹയർ സ്റ്റഡീസിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. മാത്രമല്ല, നിങ്ങൾ മികച്ച സ്ഥാപനങ്ങളിൽ പഠിച്ചു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി കരിയറിൽ തന്നെ അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാ ആശംസകളും നേരെയാണ്. ഞാൻ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അല്ലാത്ത കാര്യങ്ങളും ചോദിക്കാം. ഇതില് ഗൈഡഡ് പല പിന്നെ അതിന്റെ ടീമിലുള്ള കുട്ടികളും ഉണ്ട്, പല സ്ഥാപനങ്ങളും പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ എന്നേക്കാൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള, ഞാനൊക്കെ വായിച്ച് പഠിച്ച് ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എനിക്കറിയാം. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ട് ഇതൊക്കെ കാണുന്ന കുട്ടികളും ഇതിലുണ്ട്. അപ്പോൾ അവരോടും നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ്. ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. പിന്നെ ഒരു ചോദ്യം, ഒരു ചോദ്യം എന്താ വെച്ചാല്, ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, കേരള കാസർഗോഡ് യൂണിവേഴ്സിറ്റി, ഇതവരൊക്കെ CUT-ലും ഈ BSc B.Ed കാണിക്കുന്നുണ്ട്. അപ്പം NCERT-ലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഏത് ടെസ്റ്റാണ് ഇവര് എടുക്കുക?
കാസർഗോഡ് നിങ്ങൾ ഇപ്പൊ ഒന്ന് നോക്കൂ, ഇപ്പൊ ഉണ്ടാവില്ല, അവര് പിൻവലിച്ചത്. റിമൂവ് ചെയ്തോ? റിമൂവ് ചെയ്ത്. അത് അവര് തുടക്കത്തിൽ കൊടുത്തതാ. അവര് ശരിക്കും ചീറ്റിംഗാ ചെയ്തത്. ഒരുപാട് കുട്ടികൾ കാശൊക്കെ അടച്ചു. ശരിക്കും അത് അവര് റീഫണ്ട് കാശൊക്കെ ഒക്കെ അടച്ചില്ലേ? ചെയ്തു. അത് എന്താ ചെയ്യാ, അവര് നമ്മളൊക്കെ എഴുതൊക്കെ ചെയ്തിട്ടുണ്ട് അത്. പക്ഷെ ഈ ഒന്നും കിട്ടാൻ അപ്ലിക്കേഷൻ ഫീസിന്റെ വലിയ ലോബി പ്രവർത്തിക്കുന്നു തോന്നുക. തീർച്ചയായും ഉണ്ട്. ഉറപ്പല്ലേ. എന്നെ അടുത്തൊരു പാരന്റ് വിളിച്ചു. ആ പാരന്റ് 35,000 റുപ്പീസ് എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാ. 35,000 ഫീസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 35,000 എന്ന് കറക്റ്റ്. പറഞ്ഞാല് അവര് പിന്നെ VIT-ല്, SRM-ല്, അമൃതയില്, ക്രൈസ്റ്റില് ഇവിടെ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ആ കുട്ടി അത്ര ബ്രില്യന്റ് അല്ല. പക്ഷെ അവർക്ക് നല്ലൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വേണം. അതുകൊണ്ട് തന്നെ പുള്ളി അതല്ല, ഈ സ്ഥലത്തൊക്കെ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണോ VIT ഒക്കെ? ഒക്കെ സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ്. പ്രൈവറ്റ് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആണ്. പിന്നെ കേരളത്തിൽ കീമിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ കോളേജസിലും അത് മതി. അതല്ല, ഈ CUT വിസാറ്റ് വന്നോ? സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നോ ഏത് CUT? CUT-യോ? അതല്ല, നിങ്ങൾ പറഞ്ഞ ഈ VIT-ലൊക്കെ നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണോ? അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. VIT ഒന്നും CUT-ൽ വരുന്നതല്ല. VIT അവർ എൻട്രൻസ് നടത്തുക. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണല്ലേ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. VIT, SRM, പിന്നെ മണിപ്പാൽ, അമൃത ഒക്കെ അവര് പ്രത്യേകം എൻട്രൻസ് ആണ്. അപ്പൊ അവര് നല്ല ഫീസ് വാങ്ങും, 2,000 3,000 ഒക്കെ വാങ്ങും. അവിടുത്തെ പെയ്ഡ് സീറ്റ് അല്ലേ? പെയ്ഡ് സീറ്റ് ആണ്. പക്ഷെ അവിടെയൊക്കെ നല്ല ടൈറ്റ് ആണ്. അവിടെയൊക്കെ VIT-ലൊക്കെ പിന്നെ പല സ്ലാബുകളാണ്. നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 1.5 lakhs 2 lakhs ഒക്കെ മതി. കുറച്ച് റാങ്ക് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഫീസ്. അങ്ങനെ 5 സ്ലാബ് ഉണ്ട്. 5ാമത്തെ സ്ലാബിലൊക്കെ അവർ വാങ്ങുന്ന ഫീ എന്ന് പറഞ്ഞാൽ പെർ ഇയർ 5 lakhs ഉണ്ട്. അപ്പോ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല കുറഞ്ഞ ഫീസ് പഠിക്കാം. പഠിക്കാത്ത കുട്ടികൾക്ക് നല്ല കാശ് കിട്ടും. ഓക്കെ, താങ്ക് യു സർ. ഈ ഒരു സെഷൻ, അൻവർ സാറിന്റെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെഷന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇവിടെ സർ പറഞ്ഞതുപോലെ ഇപ്പോ ഈ ഒരു കോഴ്സ് ഇപ്പോ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി BEd പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 3 പേര് ഇവിടെ നമ്മുടെ മീറ്റിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, ദെൻ ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. Excuse me, can you hear me? Yes. അഡ്രസ്സിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പ്രസന്റ് അഡ്രസ്സും നമ്മളിപ്പോ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? പുറത്ത് വേറെ സ്റ്റേറ്റില്, വേറെ ഔട്ട് ഓഫ് സ്റ്റേറ്റില് അപ്ലൈ ചെയ്യണമെങ്കിൽ കേരളത്തിൽ പുറത്ത് എഴുതാനാണോ എക്സാം? ഞാൻ ആക്ച്വലി അല്ല, കേരളത്തിന് പുറത്ത് ക്ലിയറല്ലോ. കേരളത്തിന്റെ പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ അൻവർ സാർ ചോദിച്ചത് ഇതാണെന്ന് തോന്നുന്നു. കേരളത്തിന് പുറത്ത് നമുക്ക് എക്സാം സെന്റർ അലോട്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതത് ലൊക്കാലിറ്റിയിലുള്ള ലോക്കൽ അഡ്രസ്, കറന്റ് അഡ്രസ് കൊടുക്കണം നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അതായിരുന്നു ആ ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലായത്. അത് കൊടുക്കണം. ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. ഇപ്പൊ തമിഴ്നാട്ടില് നമുക്ക് അവിടെ സെന്റർ കൊടുക്കാൻ പറ്റണമെങ്കിൽ അതിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് തമിഴ്നാടായിരിക്കണം. ഒന്നുകിൽ പെർമനന്റ് അഡ്രസ്സ് ഏതായാലും തമിഴ്നാട് ആവില്ലല്ലോ, നമ്മളിവിടെ അല്ലേ. അപ്പോ ടെമ്പററി അഡ്രസ്സ് അല്ലെങ്കിൽ പ്രസന്റ് അഡ്രസ്സ് തമിഴ്നാട്ടിൽ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തമിഴ്നാട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. കാലിക്കറ്റ് അല്ല, കാലിക്കറ്റ് NIT-ല് BSc ബയോളജി ഇല്ല. അപ്പോ ഞാൻ എക്സാമിന് ബയോളജി കൊടുത്തും ചെയ്തു. അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ അതിന്റെ പ്രോസ്പെക്ടസിൽ കണ്ടത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ 3 മേജർ ആണുള്ളത്. ബയോളജി അവിടെ ബയോളജി ഇല്ല. മൈനർ ആയിട്ട് കണക്ക് തിരഞ്ഞെടുക്കാം, അല്ലാതെ മേജർ ഇല്ല. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉള്ളൂ. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ചൂസ് ചെയ്തുകൊണ്ട് നോർത്തിലുള്ള അഡ്മിഷൻ റിജക്ട്. എന്താണ്? ഹ്യൂമാനിറ്റീസിലെ മൈനറായി ഏത് സബ്ജക്ട് എടുക്കും?
അതൊക്കെ ഓരോ സ്ഥാപനങ്ങൾ നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ സ്ഥാപനങ്ങൾ അവിടെ ഏതൊക്കെ മൈനർ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് തിരഞ്ഞെടുത്താൽ മതി. എക്കണോമിക്സ് ഒക്കെ ഉണ്ടാവും. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രാവശ്യം BA BEd ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. BA BSc ഉണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. നിങ്ങളൊരു കാര്യം ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ NCERT.സമർത്ഥ് എന്ന് പറഞ്ഞ സൈറ്റില്ലേ, ആ NCERT.സമർത്ഥ് ആ സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റി ഉണ്ട്. യൂണിവേഴ്സിറ്റീസ് തന്നെ ക്ലിക്ക് ചെയ്യുക. അതിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ ഉള്ളതെന്ന് കാണിക്കും. ഓരോ യൂണിവേഴ്സിറ്റിയിലുള്ള ഏതൊക്കെ കോഴ്സുകളാണെന്ന് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ബയോളജി മാത്സും ഒപ്പം കൊടുക്കാൻ പറ്റൂല. ഫിസിക്സ് കെമിസ്ട്രി ഏതായാലും വേണം. അപ്പൊ ഇന്നെണ്ണാ കൊടുക്കാൻ പറ്റുക, അത് നിങ്ങൾ തീരുമാനിക്കുക. 3 ഡൊമൈൻ സബ്ജക്ട് അല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അതില് BSc കൊടുക്കുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി ഏതായാലും വേണമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നേ പറ്റുള്ളൂ, അതൊന്നല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ബയോ എന്ന് പറഞ്ഞു. പക്ഷെ മാത്സ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പിന്നെ NIT BSc മാത്സ് പഠിക്കാൻ പറ്റില്ല. BSc BEd മാത്സ് ചെയ്യാൻ പറ്റൂല, മേജർ പറ്റില്ല. അവിടെ ബയോളജി ഇല്ലാനും. അപ്പൊ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രി മാത്രമേ പഠിക്കാൻ പറ്റൂ. ബയോളജി ഏതൊക്കെ NIT-ലാണ് അല്ലെ? NIT-കളിൽ ബയോളജി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീം അല്ലേ, അവിടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പ്രയാസമായിരിക്കും. മേജർ ആയിട്ടൊക്കെ, മൈനർ ഒക്കെ ഉണ്ടാവും. ഇനി ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് NIT-കൾ ആകെ കുറച്ച് NIT-കളേ ഉള്ളൂ. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്താൽ മതി. അതുപോലെ അപേക്ഷ കൊടുക്കുമ്പോ NCL നിർബന്ധമായിട്ട് വേണം. ഇപ്പൊ വേണ്ട വേണ്ട, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കൊടുക്കണ്ട. നിങ്ങള് അവരാവശ്യപ്പെടുന്ന സമയത്ത് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ പോയി വാങ്ങുക പോലും വേണ്ട. അവരെപ്പോഴാണോ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് വാങ്ങിയാൽ മതി. വാങ്ങിയ കുട്ടികൾ വരെ ചിലപ്പോൾ ഡേറ്റ് അവർ പറയും, ഇന്ന ഡേറ്റിന് ശേഷമുള്ള NCL വേണമെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ കുട്ടികൾ വെറുതെ പിന്നെ രണ്ടാമത് വീണ്ടും പോയിട്ട് വാങ്ങേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തഹസിൽദാർ NCL തന്നെ വേണല്ലേ? നിർബന്ധ. ഇത് നാഷണൽ, ഇത് പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ പരീക്ഷ അല്ലേ. സെൻട്രൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പർപ്പസിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് തഹസിൽദാർ എടുത്ത് തന്നെ വാങ്ങണം. വില്ലേജ് ഓഫീസിൽ ഇത് കൊടുത്താൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടും. കേരളത്തിൽ BA BEd വരുന്ന കോളേജ് ഉണ്ടല്ലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയിൽ BA BEd ഉണ്ടല്ലോ. അൻവർ സാർ, ഒരു ചെറിയൊരു റിക്വസ്റ്റ്. NCL-മായി ബന്ധപ്പെട്ടിട്ട് കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അത് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി കൊടുത്താൽ നന്നാകുമായിരുന്നു. അഥവാ അത് ഇപ്പൊ ആവശ്യമുണ്ടോ, ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ആര് ഇഷ്യൂ ചെയ്യുന്ന, ഏത് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയിൽ നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. ഈ OBC NCL എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നോൺ ക്രിമിനലിന്റെ പരിധിയുടെ മുകളിലാണോ അല്ല എന്നുള്ളതാണ്. അതായത് ശരിക്കും ഇൻകോ അല്ല നോക്കുന്നത്, അല്ല പിന്നെ നമ്മുടെ സ്റ്റാറ്റസ്, പാരന്റ്സിന്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ OBC NCL. ഇൻകം കുറച്ച് കൂടുതലാണെങ്കിൽ വരെ കിട്ടും. കാരണം പാരന്റ്സ് ക്ലാസ് 1 ഓഫീസേഴ്സ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ഒരുവിധം OBC-യിലൊക്കെ പെട്ട ഒരുവിധം കുട്ടികൾക്കൊക്കെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ കിട്ടണമെങ്കിൽ 2 തരത്തിലാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള OBC NCL സർട്ടിഫിക്കറ്റ് അത് ഇഷ്യൂ ചെയ്യുന്നത് തഹസിൽദാറാണ്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നീറ്റ്, അതുപോലെ CUET, അതുപോലെ തന്നെ പിന്നെ NCET ഇങ്ങനെയുള്ള നാഷണൽ ടെസ്റ്റുകൾക്കൊക്കെ നമുക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ ആ തഹസിൽദാർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. കാരണം സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിലാണ്. അതേ സമയത്ത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പൊ കീം വഴി കേരള എൻട്രൻസ്, സംഗതി എക്സാം നീറ്റ് ആണെങ്കിലും കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണറാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. ആ അലോട്ട്മെന്റ് നടത്തുമ്പോൾ കേരള എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെന്റ് നടത്തുമ്പോൾ നമുക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. അത് ഇഷ്യൂ ചെയ്യുന്നത് തഹസിൽദാർ അല്ല, വില്ലേജ് ഓഫീസറാണ്. ആ സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഫോർ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ്, ഫോർ സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ സർട്ടിഫിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അതായത് നിങ്ങൾ വില്ലേജ് ഓഫീസർ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈ സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന്, അതായത് ഈ നീറ്റിനോ NCET-ക്കോ അല്ലെങ്കിൽ CUET-ക്കോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടൂല. അതേപോലെ തഹസിൽദാർ തന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കീം
കേരള എൻട്രൻസ് കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരും റിസർവേഷൻ തരില്ല. അപ്പൊ വളരെ ശ്രദ്ധിക്കുക. രണ്ടും വേണ്ട ആൾക്കാര് രണ്ടും വാങ്ങണം. വില്ലേജ് ഓഫീസർ അടുത്തും വാങ്ങണം, തഹസിൽദാർ അടുത്തും വാങ്ങണം. എന്നിട്ട് കേരളത്തിലെ എല്ലാ എഡ്യൂക്കേഷൻ പർപ്പസിനും സ്റ്റേറ്റിന്റെ കൊടുക്കുക. വില്ലേജ് ഓഫീസർ തന്ന സ്റ്റേറ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അല്ലാത്ത സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയകളും ഓൾ ഇന്ത്യ റിസർവേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ തഹസിൽദാർക്ക് കൊടുക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. സാർ ഒരേ NCL തന്നെ പോലെ ഏതാ? CUT-ക്കും NCL-ക്കും മതി മതി മതി. CUT-ക്കും NCT-ക്കും ഒക്കെ ഒന്ന് മതി. നീറ്റിനും ഒന്ന് മതി. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം, ചിലപ്പോ ഇവര് പല ഡേറ്റ് പറയും. April 1 ശേഷം അല്ലെങ്കിൽ May 1 ശേഷം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റ് ശേഷം അപ്പൊ ആ ഡേറ്റ് ഒന്ന് നോക്കിയാൽ മതി. മറ്റേ സർട്ടിഫിക്കറ്റ് സെയിം ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പർപ്പസിന് സെയിം സർട്ടിഫിക്കറ്റ് മതി. പക്ഷെ അവര് ഡേറ്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. ആ ഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സർ BSc കെമിസ്ട്രി എടുക്കുന്നെങ്കിൽ ഡൊമൈൻ സബ്ജക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ ബയോളജി ചൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ? BSc കെമിസ്ട്രി എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മേജർ എടുക്കണമെങ്കിൽ എന്തായാലും BSc കെമിസ്ട്രി സെലക്ട് ചെയ്യണം. പിന്നെ അതിന് മൈനർ ആയിട്ടാണ് പിന്നെ ബോട്ടണി ഒക്കെ വരുന്നത് NIT-ലും. അപ്പൊ ടെസ്റ്റ് എഴുതാൻ ബയോളജി ചൂസ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബയോളജി ചൂസ് ചെയ്തില്ലെങ്കിൽ ഇല്ലല്ല, കുഴപ്പമൊന്നും. മേജർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സബ്ജക്ട് സെലക്ട് ചെയ്യേണ്ടത്. മൈനറിന് വേണ്ടി ഇപ്പൊ എക്കണോമിക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി എക്കണോമിക്സ് എഴുതിക്കൊള്ളണമെന്നില്ല. കാരണം ആകെ 3 നമുക്ക് എഴുതാൻ പറ്റും. എല്ലാം കൂടെ എഴുതാൻ പറ്റില്ലല്ലോ. ഈ മേജർ എടുക്കണമെങ്കിൽ ആ പേപ്പേഴ്സ് നമ്മൾ സെലക്ട്. ഞാൻ NCT-ക്ക് അപ്ലൈ ചെയ്തു. ബട്ട് അതിൽ NCL സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാ ചോദിച്ചത്? ഈ വർഷമാണോ അല്ല കഴിഞ്ഞ വർഷം? ഈ വർഷം ഞാൻ 2 ദിവസം മുമ്പ് സബ്മിറ്റ് ചെയ്തതേ ഉള്ളൂ. NCL സബ്മിറ്റ് സർട്ടിഫിക്കറ്റ് ചെയ്തു. NCL ചോദിച്ചു. അത് PWD സർട്ടിഫിക്കറ്റ് ആണല്ലോ അവർ ചോദിച്ചത്. പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളല്ലോ അതിന്, അല്ലേ? അല്ല, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. സിഗ്നേച്ചർ ഫോട്ടോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പോലെയായിരുന്നു. അവിടെ അക്ഷയ സെന്ററിൽ പോയപ്പോ ആ ചേച്ചി തന്നെയായിരുന്നു ചെയ്തത്. ചോദിച്ചിട്ടില്ല ഏതായാലും. ഞാൻ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വെച്ച് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ അവർ പറയുന്നത് 3 ഡോക്യുമെന്റ് ആണ്. ഒന്ന് ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ അംഗവൈകല്യമുള്ള ആളുകൾ 40% അംഗവൈകല്യമുള്ള ആളുകൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യും. അത്ര മാത്രമേ പറയുന്നുള്ളൂ. മാത്രമല്ല ഈ പ്രാവശ്യത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആവശ്യമില്ലാതെ കുട്ടികളും രക്ഷിതാക്കളും ഇതിനു വേണ്ടിയിട്ട് NCL-നൊക്കെ വേണ്ടി ഓടി കഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇവര് തന്നെ അങ്ങനെ മാറ്റിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പൊ ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതിയല്ലോ. NCT ഒക്കെ അത്യാവശ്യം റാങ്കുള്ളവർ വാങ്ങിയാൽ പോരെ. അല്ലാതെ ഇപ്പൊ എല്ലാവരും എഴുതുന്ന ആൾക്കാർ ഫുള്ള് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാന്ന് പറഞ്ഞാല് അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നീറ്റ് ഇപ്പൊ 24, 23, 24 ലക്ഷം കുട്ടികൾ എഴുതുന്നുണ്ട്. അവരൊക്കെ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ അതിൽ എല്ലാവർക്കും റിസർവേഷൻ ഉണ്ടാവില്ല. ഉള്ള ആൾക്കാർ തന്നെ കുറെ പേരുണ്ടാവുമല്ലോ. അപ്പൊ അവരൊന്നും എല്ലാവരും വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. സർ നമുക്ക് ചാറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ കുറച്ചൊക്കെ ഓക്കെ. കണ്ടു. പിന്നെ അപ്ലൈ ചെയ്യാൻ NCL വേണോ? അക്കോർഡിംഗ് ടു ലേറ്റസ്റ്റ് ഓർഡിനൻസ് UGC സ്റ്റുഡൻസ് പർസ്യൂയിങ് FYGP can attend NET during 4th year. Study program students can attend NET in the 4th year. അതിന്റെ കാര്യം ഒന്നും എവിടെയും കണ്ടിട്ടില്ല. ചിലപ്പോൾ പറ്റിയേക്കാം, എനിക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. ഇപ്പോഴാണല്ലോ നെറ്റിൻ്റെത് ഇപ്പൊ വന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അല്ലേ അത് വന്നത്, ഓർഡർ വന്നത്. അതിന്റെ കാര്യം ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല, നെറ്റ് എഴുതാൻ പറ്റുമെന്നുള്ളത്. പിന്നെ കേരളത്തിൽ BA/BEd വരുന്ന കോളേജ് ഇല്ലേ? 2 സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡുണ്ട്. ഇന്റഗ്രേറ്റഡ് BEd കഴിഞ്ഞാൽ നെറ്റ് എഴുതാൻ PG ചെയ്യേണ്ട എന്നുള്ളത് അതൊക്കെ അത് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഇപ്പോഴത്തെ ഈ ഇതിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് ആൻസർ ചെയ്യാൻ പറ്റുക. ടോട്ടൽ 7 സബ്ജക്റ്റും അപ്ലൈ ചെയ്യൽ കമ്പൽസറി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ വേണം. 3 hours ഇതിൽ 160 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിൽ 2 ലാംഗ്വേജ് കമ്പൽസറി ആണ്. പിന്നെ GK-യും അതുപോലെ ഡൊമൈൻ സബ്ജക്റ്റ്, അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം BA/BEd ഇല്ലേ എന്ന് കേട്ടു. അതെന്താണ് അവസ്ഥ? BA/BEd ഉണ്ട്, BSc ഉണ്ട്. ഓക്കെ.
കട്ട് ഓഫ് മാർക്ക് ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു കട്ട് ഓഫ് ഉണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചും സ്ഥാപനങ്ങൾക്ക് അനുസരിച്ചൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഒരു സ്കോർ ഉണ്ടാവും. ആ സ്കോർ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ സ്ഥാപനമാണ് തീരുമാനിക്കുന്നത്. അവിടെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളിൽ ഏറ്റവും ടോപ്പുള്ള ആൾക്കാർക്ക് ആദ്യത്തെ റാങ്ക് വരും. അവരാണ് റാങ്ക് ലിസ്റ്റ്. ഓക്കെ. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് ഈ നോർത്തിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ റിജക്ട് ചെയ്യുമോ? അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും എനി ലാംഗ്വേജ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്ന ലാംഗ്വേജ് എടുക്കണം എന്നൊന്നും ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് എടുക്കുകയും വേണം കേട്ടോ. ഞാൻ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നോക്കിയിട്ടില്ല. അങ്ങനെ ലാംഗ്വേജ് ഏതെങ്കിലും അവർ പഠിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ മാനു ഒക്കെ ചിലപ്പോൾ ഉറുദു ഒക്കെ പറയാറുണ്ട് ചില ഇതിനൊക്കെ. ആ രീതിയിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യാൻ ആ യൂണിവേഴ്സിറ്റി സൈറ്റിലും പോകേണ്ട ആവശ്യമില്ല. nct.samarth.ac.in എന്ന സൈറ്റിൽ നിന്ന് തന്നെ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ NCET മാത്രം കാണാം. അല്ലാതെ മറ്റേതിന്റെ എല്ലാ സൈറ്റിലും എല്ലായിടത്തും പോകേണ്ട ആവശ്യമില്ല. NCET ഡീറ്റെയിൽ മാത്രം കിട്ടണമെങ്കിൽ ഈ സമർത്ഥന്റെ സൈറ്റിൽ തന്നെ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ബാക്കി ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ്. അതെ. ലാസ്റ്റ് ഒരു ഡൗട്ട് സെഷൻ ഇല്ല എന്ന് പറഞ്ഞ ഡൗട്ട് ഉണ്ടല്ലോ. ഹലോ സർ, ഈ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞാൽ നമുക്ക് അത്ര പരിചയമില്ലാത്ത വിഷയമാണല്ലോ. അപ്പൊ ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും സിലബസും ഒക്കെ എങ്ങനെ? അത് നിങ്ങൾക്ക് അതിൽ തന്നെ ഉണ്ടാവും. ഇതിന്റെ കോച്ചിങ് തരാനും ഗൈഡായിട്ട് അവർ പറയായിരിക്കും. കോച്ചിങ് പിന്നെ ടീം ഗൈഡ് തന്നെ കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടികളും അവർക്കൊക്കെ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണല്ലോ. അതെ, നമ്മൾ ഗൈഡേൽ കോച്ചിങ് ഉണ്ട് NCETക്ക്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഗൈഡയുടെ ഇൻസ്റ്റാഗ്രാം ID ലിങ്കും അതുപോലെ തന്നെ നമ്പറും കൊടുക്കാം ചാറ്റിൽ. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും, ഇനി എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് ഒക്കെ വന്നാൽ, ഇപ്പൊ ഈ ഒരു സെഷന് ശേഷം മേ ബി ഡൗട്ട്സ് തരാം. അപ്പൊ അത് ചോദിക്കാനും ഇനിയിപ്പോ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചാറ്റിൽ ചെയ്യാം കേട്ടോ. ലിങ്ക് കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കാം, നമ്പറും ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറും കൊടുക്കാം. ഓക്കെ സർ, വേറൊരു ക്വസ്റ്റ്യൻ വന്നുള്ള NIT കാലിക്കറ്റിൽ കിട്ടാൻ മാത്സ് അപ്ലൈ ചെയ്യാൻ കമ്പൽസറി ആണോ? ഞാൻ PCMB സ്റ്റുഡന്റ് ആണ്. മാത്സ് +2 പഠിച്ചാൽ പോരെ? അതിൽ അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്സ് പഠിക്കുന്ന അത് കാണുന്നില്ല. അതിന്റെ സൈറ്റിൽ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോളൂ. അവിടെ പറയുന്നത് ഓരോ ഡൊമൈനും കിട്ടാൻ ഇപ്പൊ BSc കെമിസ്ട്രി ആണ്, കെമിസ്ട്രി പഠിച്ചിരിക്കണം, കെമിസ്ട്രി ഡൊമൈൻ എഴുതിയിരിക്കണം എന്നേ പറയുന്നത്. അതുപോലെ പിന്നെ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് പഠിച്ചിരിക്കണം, ഫിസിക്സ് എഴുതിയിരിക്കണം എന്നേ പറയുന്നുള്ളൂ. മാത്സ് കമ്പൽസറി ആണെന്നതിൽ കണ്ടിട്ടില്ല. കാരണം ഒന്നുകൂടെ ഒന്ന് NITയുടെ ആ ഇതിലൊന്ന് നോക്കിക്കോളൂ. NIT സൈറ്റില് അതിന്റെ ആ കണ്ടീഷൻസ് ഉണ്ട്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പറയാം. അപ്പോ ഏകദേശം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഏകദേശം എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. മാക്സിമം എല്ലാം കവറപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കോച്ചിങ് ഫീസിന്റെ കാര്യവും ഗൈഡയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാറ്റിൽ. ഗൈഡയുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് കയറി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എന്തായാലും റിപ്ലൈസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്താലും മതി. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു മീറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സർ, ഇങ്ങനൊരു ക്ഷണം സ്വീകരിച്ച് വന്നതിൽ, ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തതിൽ. കാരണം NCET എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ CVT ഫസ്റ്റ് ബാച്ച് ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതിയ ഒരാളാണ്. സോ നമുക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. പുതിയൊരു എക്സാം ആണ്, എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മളും ഇതുപോലുള്ള ഓറിയന്റേഷൻസിലൂടെ ഒക്കെയാണ് CVT എന്നുള്ള സാധനത്തെ കുറച്ചുകൂടെ അറിഞ്ഞത്. അതുപോലെ കഴിഞ്ഞ വർഷത്തിലാണ് തോന്നുന്നു, കഴിഞ്ഞ വർഷമാണ് NCET വന്നത്. അപ്പൊ ഒരു പുതിയ എക്സാം വരുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും. നമുക്ക് അങ്ങനെ പുതിയ പുതിയ പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓറിയന്റേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ ക്വറീസ് എല്ലാം ഡീൽ ചെയ്യാനും നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനും. അപ്പോൾ ഈ ഒരു സെഷന്
കൈകാര്യം ചെയ്ത അൻവർ സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സർ. അതുപോലെ തന്നെ ഈ ഒരു സെഷന് ഉണ്ടായിരുന്ന ത്രൂ ഔട്ട് ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു ഈ ഒരു സെഷനെ മാക്സിമം ഇന്ററാക്റ്റീവ് ആക്കാൻ ശ്രമിച്ച ഈ ഒരു സെഷനിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഗൈഡ് ഇവിടെ ഉണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനും ഇഷ്ടപ്പെട്ട ഒരു കരിയർ ചൂസ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.